അദ്ദേഹം ഷാർജയിലായിരുന്നു, ഞാൻ ഡൈവേഴ്സിന് വേണ്ടി വന്നതാണെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഡൈവേഴ്സോ അതെന്താണ്? എനിക്കന്ന് വലിയ ക്ലാരിറ്റി ഇല്ല ഇവർ തമ്മിലുള്ള ഇത്. അദ്ദേഹം ഗൾഫിലാണെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. അദ്ദേഹത്തിന്റെ ബന്ധമോ പിന്നെ ഭാര്യയുടെ ഇതൊന്നും എനിക്കറിയില്ല. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നത്. ചരിത്രം പറയുന്നത് വെച്ചാൽ ഈ അമൃത ജെന്നി ഈ ഒരു പയ്യനായിട്ട് ഈ പറയുന്ന ഗുരുവിന്റെ ഈ പറയുന്ന ആർട്ടിക്കിൾ ഇംഗ്ലീഷിൽ എഴുതാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ്. അപ്പൊ എല്ലാ ദിവസവും കൊണ്ടാക്കാനായിട്ട് ഈ അമൃത ജെന്നി ഈ തരുൺ ചേട്ടനാണ് ഭാര്യനെ കൊണ്ടാക്കാൻ വേണ്ടി ഏൽപ്പിച്ചത്. അമൃത ജെന്നി പറഞ്ഞിട്ട് നിർദ്ദേശപ്രകാരം ആലോചിക്കണം, ഒരു പുരുഷൻ ഒറ്റക്ക് താമസിക്കുന്നിടത്തേക്ക് ഈ കൊണ്ടേ ആക്കാൻ പറയുകയാണ്. അപ്പൊ അവിടെ ആക്കാൻ പറയുമ്പോൾ കൊണ്ടേ ആക്കും. അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര വലിയൊരു ആത്മബന്ധം ഉടനടി. സദ്വശരണം. അപ്പം നമ്മുടെ സ്ത്രീക്കും ശ്രീമതിക്കുമുള്ള മറുപടി എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇനി അതിനൊരു ചെറിയ ചേഞ്ച് വരുത്തിയത്. കാരണം മറ്റൊന്നുമല്ല, സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരുപാട് ബഹുമാനം കൂടിപ്പോകുന്നെന്ന് പല ഭാഗത്തു നിന്നുള്ള ഒരു പരാമർശം. കാരണം പിന്നീട് അവർ വന്ന വീഡിയോകളിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരുപാട് മോശം കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ശ്രീകുട്ടി എന്ന് വിളിക്കാനേ പറ്റുള്ളൂ. ശ്രീകുട്ടിയുടെ ശ്രീമതി ചേച്ചിക്കുമുള്ള മറുപടി വീഡിയോ പരമ്പര, അതാണ് അതിൻ്റെ ഭാഗം 2 ആണിത്. ഇന്ന് നമ്മൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് പറയുന്നത്. ഗുരുവാണികളും നമ്മൾ പഴയ വീഡിയോ ചെയ്ത പോലെ തന്നെ ഗുരുവാണികളൊക്കെ ഓർത്തിണക്കി തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് ഗുരുവാണികൾ പബ്ലിക്കിലേക്ക് പോകുന്നതിൽ സന്തോഷമേ ഉള്ളൂ. മറ്റുള്ളവരെ പോലെ അത് ഒളിച്ചു വെക്കേണ്ട ആവശ്യം നമ്മളെ സംബന്ധിച്ചില്ല. നമ്മളെ സംബന്ധിച്ച് ഗുരുവാണികൾ പുറം ലോകം കാണുകയും കേൾക്കുകയും തന്നെ വേണം. ഗുരുവിൻ്റെ ചിത്രമായാലും കൊള്ളാൻ കാണുന്നത് നമുക്ക് സന്തോഷകരമാണ്. അപ്പം ഞാൻ പറഞ്ഞു പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, ഗുരുവാണികളെ കുറിച്ചൊക്കെ അഹം ബ്രഹ്മാസ്മിയെക്കുറിച്ച് ശ്രീമതി ചേച്ചി ചോദിക്കുമ്പോൾ ഈ ശ്രീകുട്ടി പറയുന്നത് ഒരു 26 മിനിറ്റോളം അദ്ദേഹത്തിൻ്റെ ആ വീഡിയോയിൽ 26 മിനിറ്റോളം അതിനെക്കുറിച്ച് എന്താ പറയുക പറഞ്ഞ് വളവളാന്ന് പറയണം കണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വോയിസ് ഇട്ടുകൊണ്ട് തന്നെ അതിന് മറുപടി പറയാം. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞേക്കാം. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി, പിന്നെ സത്യത്രാണിനെ പറ്റി തെറ്റെന്താണെന്നുള്ളത്, പിന്നെ അതുകൂടാതെ സത്യത്രാണിനെ പറ്റിയ തെറ്റ് തിരുത്താൻ ഇവരെന്താണ് ചെയ്തത്, ഇവരെന്ത് കോമാളിത്തരങ്ങൾ. കാരണം അമൃതാജൻ്റെ ഗുരുരത്നസ്വാമി എന്നൊക്കെ പറയുന്നവർ കോമാളിത്തരങ്ങളെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് അവരിറക്കിയ ആ ഒരു നോട്ടീസും അതിനെക്കുറിച്ച് തന്നെ വിശ്വാസമൂഹത്തിന് അവർ കൊടുത്ത ഒരു മെസ്സേജും, എന്നിട്ട് എന്താണ് അവർ ചെയ്തിരുന്നതെന്നുള്ള കാര്യവും, പിന്നെ അതുകൂടാതെ എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ഉത്തമ ശിഷ്യനും ഭക്തനുമായിരുന്ന CA ആയിരുന്ന ബോസ് സാറിൻ്റെ കുടുംബം ഈ അമൃതാജനെ തകർത്ത ഒരു രീതി, അതിനെക്കുറിച്ചും പറയാതെ പോകുന്നത് നിർവാഹമില്ലാത്തത് കൊണ്ടാണ്. ഒരുപാട് കുടുംബങ്ങളെ തകർത്തിട്ടുണ്ട്. എൻ്റെ ഫാമിലി അടക്കം തകർത്ത കാര്യങ്ങൾ അവിടെ നിൽക്കേ, ഒരുപാട് കുടുംബങ്ങളെ തകർത്ത കാര്യം അവിടെ നിൽക്കേ, ഈ ബോസ് സാറിൻ്റെ കാര്യത്തിനൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ തന്നെ എടുത്ത് പറയേണ്ടി വരുന്നത്. അപ്പോൾ അതിൽ ആ 26 മിനിറ്റ് അഹം ബ്രഹ്മാസ്മി എന്താണെന്ന് ശ്രീകുട്ടിയോട് ശ്രീമതി ചേച്ചി ചോദിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞതിനെക്കുറിച്ച് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഒരു 6 മിനിറ്റോളം ഉണ്ട് മൊത്തത്തിൽ, ഒരു 6 മിനിറ്റ് സംതിങ് ഉണ്ടാവും. അത് നമുക്ക് കേട്ടിട്ട് വരാം. ഇനിയിപ്പോൾ അടുത്ത കാര്യം, ഇപ്പോൾ ആശ പറഞ്ഞു ഈ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഒരു മിസ്റ്റേക്കിനെ കുറിച്ചും. അപ്പോൾ നമ്മുടെ ആശ്രമത്തിൽ ഇപ്പോൾ ഗുരുമാർഗത്തിൽ വന്നപ്പോൾ ഇവിടെയും സെയിം കാര്യങ്ങളല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം പറയണമെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഒരു മിസ്റ്റേക്കിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഈ ഗുരുവായിട്ട് പറയുന്നത് ഒരിക്കലും ഈ ഗുരുക്കന്മാരുടെ ശരീര മനസ്സുകളെ കുറിച്ചല്ല. ഇപ്പോൾ ഗുരുവിന്റെ ജന്മത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഉപരിമനസ്സായ ശ്രീകൃഷ്ണൻ ഒരു അതിമാനസ തേജസ്സിനെ ഭൂമിയിലേക്ക് ആനയിച്ച് കൊണ്ടുവരുന്നതായിട്ടും ഒരു പ്രത്യേക കുടുംബത്തിൽ രഹസ്യമായി ജനിപ്പിച്ചു ആ കുട്ടി വളർന്നു വരുന്ന ഒരു പ്രായം വരെ ഒരു രക്ഷകർത്താവിനെ പോലെ ആ കുട്ടിയോടൊപ്പം ഉണ്ടായിരുന്നതായിട്ടും അതിനുശേഷം ജീവിതത്തിന്റെ എല്ലാ കഷ്ടതകളും പ്രശ്നങ്ങളും എല്ലാം സ്വയം അഭിമുഖീകരിക്കുകയും ഈ കുട്ടി പല അവസ്ഥാന്തരങ്ങളും എല്ലാം കടന്ന് ഒരു 73-ന്റെ ഒരു കാലഘട്ടത്തിൽ ആ സത്യത്തിന്റെ വഴിയിലേക്ക് ശരിയായ ഒരു മാർഗനിർദ്ദേശനം കൊടുത്തതായിട്ടൊക്കെ നമ്മൾ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അതിമാനസ തേജസ്, ആ പ്രകാശത്തിനെയാണ്, ആ പരമപ്രകാശത്തിനെയാണ് നമ്മൾ ഗുരുവായിട്ട് സംബോധന ചെയ്യുന്നത്. അപ്പൊ ഈ ഗുരുവിനെ, ഈ മനുഷ്യ രൂപത്തിലുള്ള ആ പരമപ്രകാശത്തെ, ആ പരമമായ സത്യത്തെ ഈ മനുഷ്യ രൂപത്തിലുള്ള
ഈ വ്യക്തിത്വം എങ്ങനെ അതിലേക്ക് ഒന്നാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരിക്കലും ശരീര മനസ്സുകളായിട്ടുള്ള ഒരു വ്യക്തിത്വത്തെ അല്ല ഗുരുവായിട്ട് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഗുരുവിന്റെ അടുത്ത തലമുറയിലുള്ള ആ ഗുരുവിന്റെ കുടുംബത്തിലുള്ളവരായിരിക്കും പിന്നെ ഗുരുസ്ഥാനത്ത് വരേണ്ടത്. അപ്പൊ ശരീര മനസ്സുകളെ അല്ല നമ്മൾ ഗുരുവായിട്ട് കാണുന്നത്. അതിന്റെ അകത്തിരിക്കുന്ന ആ പ്രകാശത്തെ, ആ ബോധ, ആ ഇന്റലിജൻസ് ആയിട്ടുള്ള, സ്നേഹമായിട്ടുള്ള, സത്യമായിട്ടുള്ള ആ പരമ്പൊരുളിനെയാണ് നമ്മൾ ഗുരുവായിട്ട് കാണുന്നത്. അപ്പൊ ഈ ലൈറ്റ് ഇപ്പോൾ നമ്മുടെ ഗുരുവിന്റെ ആദിസങ്കല്പത്തിൽ ലയിച്ചതിന് ശേഷം ഇപ്പൊ ശിഷ്യപൂജിതയിൽ നമ്മൾ അതേ ലൈറ്റിന്റെ ഒരു സാന്നിധ്യമായിട്ട് ഗുരുവായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അപ്പോഴും ഈ ഒരു വിഭാഗത്തിലുള്ളവർ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു പരാതി, ഇപ്പോൾ ശിഷ്യപൂജിത അതെങ്ങനെ സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഗുരുവിനെ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവുകയാണ്. അപ്പോൾ അവിടെയാണ് ആ ശിഷ്യപൂജിതയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയെന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റിലൂടെ കടന്നു പോയതുകൊണ്ട് എനിക്കറിയാം ഈ നത്തിങ് ആയിട്ടുള്ള താനെന്ന ഭാവത്തിൽ എല്ലാം മാറി നത്തിങ് ആയി യൂണിവേഴ്സൽ മൈൻഡായിട്ട് വികസിച്ച ഈ തലത്തിൽ നിന്ന് നത്തിങ് ആയി ഒന്നുമല്ലാതെ ഭക്തന് ഗുരുവിൽ വരും പരമൈക്യമെന്നുള്ള രീതിയിൽ ഈ ജീവൻ ആ പരമമായ സത്യത്തിൽ ലയിച്ചതിന് ശേഷം ലയിച്ചതിന് ശേഷം തിരിച്ചു വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു സ്റ്റേജിൽ പല ഗുരുക്കന്മാരും അവരുടെ ശരീരം ഉപേക്ഷിച്ചു പോയതും അല്ലെങ്കിൽ അവരെ ഈ സ്ഥലത്തിലേക്ക്, ഈ നത്തിങ് സ്റ്റേറ്റ് കടത്തി വിടാത്തതിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കുമ്പോൾ സമയം പോകും. അപ്പൊ എന്തായാലും ഈ പരമമായ സത്യമായ അതീവ സത്യപ്രകാശമായിരിക്കുന്ന ആ പ്രകാശത്തിൽ ടച്ച് ചെയ്ത ഒരു ജീവൻ തിരിച്ച് ഈ ശരീരത്തിലേക്ക് വരാൻ അത് ഗുരുക്കന്മാരെ ട്രെയിൻ ചെയ്തിട്ടാണ്. ഗുരുക്കന്മാര് ജന്മങ്ങളായിട്ട് മറ്റു മനുഷ്യരോടുള്ള കമ്പാഷൻ, അവർക്കും കൂടി ഇത് പകർന്നു കൊടുക്കണമെന്നുള്ളൊരു കമ്പാഷൻ എന്ന് പറയുന്ന ഒരു ആഗ്രഹം ഈ കുട്ടിയിൽ അല്ലെങ്കിൽ ഈ വ്യക്തിത്വത്തിൽ അത് ജനിപ്പിച്ചെടുത്തുകൊണ്ട് വേണം ഈ കുഞ്ഞ് അത് തിരിച്ചു വരാൻ ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റിലേക്ക്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ഹ്യൂമൻ ബോഡിയുടെ ഒരു പർപ്പസ് അല്ലെങ്കിൽ ഒരു ജീവന്റെ പർപ്പസ് കഴിഞ്ഞാൽ പിന്നെ ഈ ജീവൻ ആ സത്യത്തിന്റെ ആനന്ദത്തിൽ ലയിച്ചതിന് ശേഷം ഈ ശരീര മനസ്സുകളിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ളതാണ്. അത് ഡിസോൾവ് ആയി പോകും. അപ്പോൾ ഇങ്ങനെ ഒരു ശിഷ്യൻ തിരിച്ചു വരുമ്പോൾ പിന്നെ ഈ ശിഷ്യൻ നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ ഈ ശരീര മനസ്സുകളുടെ ഉടമയല്ല, ആ സത്യത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ്. ആ സത്യത്തിലേക്ക് പോയി വിലയം പ്രാപിച്ച തൻ്റെ ഭക്തന് ഗുരുവിൽ വരും പരമൈക്യം എന്നുള്ള രീതിയിൽ ആ ഗുരുവിനെ സാക്ഷാത്കരിച്ച ശിഷ്യൻ പിന്നെ ആ ഗുരുവിന്റെ പ്രകാശ രൂപമായിട്ട് ആന്തരികതയിൽ വർത്തിക്കുമ്പോഴും ശരീര മനസ്സുകൾ ഈ പറയുന്ന സാധാരണക്കാരെ പോലെ നമ്മുടെ കണ്ണുകളിൽ, അതായത് നമുക്ക് മനുഷ്യരാശിയുടെ ഒരു എക്സ്പീരിയൻസ് ആകുന്ന തലത്തിൽ വർത്തിക്കുന്നതാണ്. അപ്പൊ അത് ഒരിക്കലും മനുഷ്യരാശിയുടെ ഈ ഒരു ശരീര മനസ്സിന്റെ ലെവലിലുള്ള ഗ്രോസ് ആയിട്ടുള്ള ഒരു തത്വമല്ല. അതൊരു ഈ പരമമായ സത്യത്തിന്റെ ഒരു സാന്നിധ്യമാണ്. അപ്പൊ ഇവിടെ ഇത് അഹം ബ്രഹ്മാസ്മിയിൽ നിന്ന് വ്യത്യസ്തമാകുന്ന ഞാൻ ബ്രഹ്മം എന്ന് പറയുന്ന, അഹം ബ്രഹ്മം എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാട് മനസ്സിന്റെ ഒരു തലത്തിൽ നിന്നാണെങ്കിൽ ആ ബ്രഹ്മമാണ് ഈ ഞാനായിട്ടും തൻ്റെ ഗുരുവായിട്ടും സകലതുമായിട്ടിരിക്കുന്നെന്ന് പറയുന്ന സാക്ഷാത്കാരത്തിന്റെ ഭാവവും രണ്ടും രണ്ടാണ്. ആ പരമമായ ബ്രഹ്മം തൻ്റെ ഗുരുവായിട്ടും താനായിട്ടും എല്ലാം വർത്തിക്കുന്ന ആ സത്യം, തൻ്റെ പൊരുളായിട്ടിരിക്കുന്ന സത്യം എന്നുള്ളൊരു സാക്ഷാത്കാരവും അഹം ബ്രഹ്മം എന്ന് പറയുന്ന ഒരു അനുഭവവും തമ്മിൽ വ്യത്യാസമാണ്. അപ്പൊ ഈ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. നമ്മളെപ്പോഴും ഈ അതിമാനസ തേജസ് ആയിട്ടുള്ള അതിനെയാണ് നമ്മൾ ഗുരുവായിട്ട്, ആ പരമസത്യമായിട്ട് നമ്മൾ സ്വീകരിക്കുന്നത്. എന്നാൽ ഈ ശരീര മനസ്സുകൾക്ക് പ്രാധാന്യമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശരീര മനസ്സുകളെ കുറിച്ച് പറയുന്നത് ഇത്തരത്തിലുള്ള ആ പരമപ്രകാശത്തിന്റെ വക്താവായിട്ടുള്ള ഒരു ഗുരുവിനെ സൂക്ഷ്മ രൂപത്തിൽ നമ്മൾ ദർശിക്കുമ്പോൾ ആ ഗുരുവിന്റെ ഓരോ രോമകൂപങ്ങളിൽ നിന്നും കോടി സൂര്യന്മാരുടെ പ്രകാശം, ശീതളമായ, അത് ചൂടില്ലാത്ത കോടി സൂര്യന്മാരുടെ പ്രകാശം ഈ രോമകൂപങ്ങളിൽ നിന്ന് ഉൾവഹിക്കുന്നതായിട്ട് അനുഭവം രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഇതാണ് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ത്തിന്റെ വെളിച്ചത്തിൽ ഈ ശരീര മനസ്സുകൾക്ക്, ഈ രോമകൂപങ്ങളിൽ നിന്ന് ഇത്രയും പ്രകാശം വമിക്കുന്ന ഈ ശരീര മനസ്സുകൾക്ക് പ്രാധാന്യമില്ലേ എന്ന് വെച്ചാൽ അതിനും എല്ലാത്തിനും പ്രാധാന്യം. ഈ ഗുരുവിന്റെ ഈ പരമമായ സത്യത്തിന്റെ ഒരു സാക്ഷാത്കാരത്തിലേക്ക് വരുന്ന ഗുരുവിന്റെ മാർഗത്തിന്റെ ഒരു വളരെ മിസ്റ്റിക്കലായിട്ടുള്ള ഒരു സീക്രട്ടാണിത്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഗുരുമാർഗത്തിലൂടെ ഈ പ്രകാശത്തെ, ഈ പരമപ്രകാശത്തെ നമിച്ചുകൊണ്ടാണ് ഗുരുശിഷ്യ പരമ്പര മുന്നേറുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സത്യത്തിലേക്ക് നയിക്കുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ആ ഒരു ഗുരു പരമ്പര എങ്ങനെ മുന്നേറണം, എങ്ങനെ വാക്കാണ് സത്യം, സത്യമാണ് ഗുരുവാണ് ദൈവം എന്നുള്ള രീതിയിൽ എങ്ങനെ പരിണമിക്കണം, ഇതൊക്കെയാണ് ഒരു ഗുരുമാർഗത്തിന്റെ സീക്രട്ട്. അപ്പൊ അവിടെ ഒബീഡിയൻസിന്, സമർപ്പണത്തിന്, സ്നേഹത്തിന്, ഇതിനെല്ലാമുള്ള വില അവിടെ ഈ റാഷണലായിട്ടുള്ള തലം, മനസ്സിന്റെ ആ 3 തലങ്ങളിലുള്ള റാഷണലായിട്ടുള്ള തലം കൊണ്ടാണോ ഇതിനെല്ലാം ഇത്തരം
ഗുഹ്യതരമായിട്ടുള്ള ഈ രഹസ്യ സ്വഭാവത്തിലുള്ള ഈ വിഷയങ്ങളെ വിലയിരുത്തേണ്ട, അല്ലെങ്കിൽ റാഷണൽ ബുദ്ധി കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന മനുഷ്യർ ഇതിനെ എങ്ങനെ മിസ്ഹാൻഡിൽ ചെയ്തിരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യം നമ്മുടെ പരമ്പരയിൽ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് സംഭവിച്ചു പോയിരിക്കുന്ന മിസ്റ്റേക്ക് എന്താണെന്നോ അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിൽ ഇതിനെ തിരുത്തിയെടുക്കണമെന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ കേട്ടില്ലേ, ശ്രീമതി ചേച്ചി ശ്രീകുട്ടിയോട് ചോദിക്കുകയാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ തെറ്റിന് മറുപടിയായിട്ട് അദ്ദേഹം 26 മിനിറ്റ് എടുത്ത്, അതിൽ കുറച്ച് പ്രസക്തമായ ഭാഗം മാത്രമേ ഞാനിത് കേൾപ്പിച്ചുള്ളൂ. അപ്പോൾ 26 മിനിറ്റിൽ അദ്ദേഹം വളവളവളാന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ, ശുദ്ധ അസംബന്ധം, കോടാനുകോടി സൗരയൂഥങ്ങൾക്ക് അധിപനായ ഗുരു ഈ പറയുന്ന ചെല്ലപ്പൻ പിള്ളയുടെ മകളുടെ ദേഹത്ത് കയറിയിരിക്കണം എന്നുള്ളതാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ശ്രീകുട്ടി ഒരു 10 ജന്മം ജനിച്ചാലും ഈ പറയുന്ന അമൃതാജന്യം ചെയ്ത് കൂട്ടിയിരിക്കുന്ന എന്താ പറയുക, ഈ ദ്രോഹപരമായ കാര്യങ്ങൾ, സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കാണിച്ചു കൂട്ടിയിരിക്കുന്ന കാര്യങ്ങൾ വെളുപ്പിച്ച് എടുക്കാമെന്ന് വിചാരിക്കേണ്ട, നടക്കില്ലത്. കാരണം എന്ന് വെച്ചാൽ ആയിരക്കണക്കിന് ആൾക്കാരുടെ അനുഭവ സാക്ഷ്യം, ആയിരക്കണക്കിന് തെളിവുകൾ, ഒരുപാട് കാര്യങ്ങൾ അവർക്കെതിരെയുണ്ട്. അപ്പം നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതങ്ങനെ എന്താ പറയുക, ഗുരുവിനെ ഇവരെയും കമ്പയർ ചെയ്തുകൊണ്ട് ഇവർ ഗുരുവിൻ്റെ ഉത്തമ ശിഷ്യയാണെന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ്, ഇതൊക്കെ കേട്ട് പഠിച്ചിട്ടാണ്, അല്ലെങ്കിൽ പാടി നടക്കുന്ന പാണന്മാരെ പോലെ പാടി നടക്കുന്ന ആൾക്കാർ ഇത് കേട്ടിട്ടാണ് ശിവഗിരി മഠം ട്രസ്റ്റി പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾക്ക് ഇങ്ങനെ പറയേണ്ടി വന്നത്. അതും കൂടി ഒന്ന് കേട്ട് നോക്കുക. അത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഞാൻ പറയാം. പോത്തൻകോട് കരുണാകര ഗുരുവിൻ്റെ ആശ്രമത്തെ സംബന്ധിച്ച് പറഞ്ഞാലും, കരുണാകര ഗുരു സമാധിയായി എങ്കിലും അവിടെയുള്ള ഒരമ്മയുടെ ദേഹത്ത് കരുണാകര ഗുരു വസിക്കുന്നു എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. ആ അമ്മയിൽ കരുണാകര ഗുരു ഉണ്ട്. അവിടെ നടക്കുന്ന ഏത് കാര്യവും ആ അമ്മ തീരുമാനിക്കും. അതിനപ്പുറത്ത് മറ്റൊരാൾക്കും ഒരു അഭിപ്രായവുമില്ല. അവരുടെ അഭിപ്രായങ്ങൾ വേറൊരാൾക്ക് അംഗീകരിക്കുവാനും വേറൊരാളുടെ അഭിപ്രായം പറഞ്ഞാൽ സ്വീകാര്യമാവുകയുമില്ല. കേട്ടല്ലേ, സച്ചിദാനന്ദ സ്വാമികൾ 2023 പറഞ്ഞ കാര്യവും. അപ്പോൾ അങ്ങനൊരു അറിവ് അദ്ദേഹത്തിന് കിട്ടണമെങ്കിൽ അത് ഇവിടെ നിന്ന് കിട്ടിയ അറിവായിരിക്കില്ലേ. ഈ നീചരാശിയിൽപ്പെട്ട ജീവനുകളാണ് പരകായ പ്രവേശനം പോലെ മറ്റൊരു ജീവൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. എന്തായാലും സത്യതാറിന് പറ്റിയ തെറ്റായ, മനുപരമ്പരയെ പറ്റിയ തെറ്റായ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ആ തെറ്റ് തിരുത്താൻ വേണ്ടി വന്ന ഗുരു ഒരിക്കലും ഇതുപോലെ പരകായ പ്രവേശം പോലെ മറ്റൊരു ശരീരത്തിൽ കുടികൊള്ളുമെന്ന് പറയുന്നത് തന്നെ ശുദ്ധ അസംബന്ധമാണ്, വിവരയില്ലായ്മയാണ്, വിഡ്ഢിത്തമാണ്. ഇത് പറയുന്നവൻ പമ്പര വിഡ്ഢിയാണ്. മനസ്സിലായ? കാരണം ഗുരുവിൻ്റെ ജന്മദൗത്യം പൂർത്തിയാക്കിയിട്ടാണ് ഗുരു ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പറയുന്ന ഈ ശ്രീകുട്ടി എന്ന് പറഞ്ഞ ബ്രഹ്മഹത്യ പാവമാണ് ചെയ്യുന്നത്. ഒരുപാട് പാവങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് വഴിയെ മനസ്സിലാകാം. പക്ഷേ ഈ പറയുന്നത് ബ്രഹ്മഹത്യ പാവമാണ്. ശരീര മനസ്സുകളെയല്ല, അതിനകത്തിരിക്കുന്ന ജീവനെയാണ് ഗുരുവായി കാണുന്നതാണെന്ന് ശ്രീകുട്ടി പറയുന്നത്. ആൾക്കാരുടെ മനസ്സിൽ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള വിഡ്ഢിത്തങ്ങൾ പറയാൻ ശ്രീകുട്ടിക്ക് നാണമില്ലേ? അല്പമെങ്കിലും ഉളുപ്പില്ലേ? ഈ ആടിനെ പട്ടിയാക്കി പട്ടീനെ പട്ടിയാക്കുന്ന പറയുന്ന ഒരു പ്രവണതയല്ലേ താങ്കൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, താങ്കളും താങ്കളുടെ ശ്രീമതി ചേച്ചിയും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്പമെങ്കിലും ലജ്ജ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എല്ലാ ജീവജാലങ്ങളെയും സംബന്ധിച്ച് അതിനകത്തിരിക്കുന്ന ജീവൻ തന്നെയാണ് പ്രധാനം, അല്ലാതെ അവർ ഈ ജന്മത്തിൽ എടുത്തണിയുന്ന ഈ ശരീരമല്ല. അത് ലോകത്തുള്ള എല്ലാ പക്ഷി മൃഗാദികൾക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പം ശ്രീകുട്ടിയുടെ ഉള്ളിലിരിക്കുന്ന ആ ശ്രീകുട്ടിയെ തന്നെയാണ് ഈ ശരീരത്തിൽ ശ്രീകുട്ടി എന്ന് വിളിക്കുന്നത്. മുൻ ജന്മങ്ങളിൽ വേറെ പേരുകളിലായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടെന്ന്. ഈ ജന്മത്തിലാണ് താങ്കളെ ഈ പേരിൽ അറിയപ്പെടുന്നത്. അതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പം താങ്കളെ സംബന്ധിച്ചായാലും എന്നെ സംബന്ധിച്ചായാലും ഈ ലോകത്തിലെ ഏതൊരു ജീവജാലങ്ങളെ സംബന്ധിച്ചായാലും ഈ പ്രക്രിയ തന്നെ നടന്നുകൊണ്ടിരിക്കും. ശ്രീകുട്ടി ഇപ്പം പറയുന്ന ഈ രീതിയിൽ ഗുരുവിനെ താഴ്ത്തിക്കെട്ടാനോ ഇങ്ങനെ അപഹാസ്യപരമായ കാര്യങ്ങൾ പറയാനോ ഗുരുപരമ്പരയിലുള്ള ഒരാൾക്കും ചിന്തിക്കാൻ പോലും പറ്റില്ല, ഇത്രയും വിഡ്ഢിത്തമായ അസംബന്ധപരമായ കാര്യം പറയുന്നതിനെക്കുറിച്ച്.
അതിനാൽ ശ്രീകുട്ടി പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ വീണ്ടും എടുത്തു പറയാൻ എൻ്റെ പാപ ചിന്ത എന്നെ അനുവദിക്കുന്നില്ല. എന്നാലും ശ്രീകുട്ടിയോട് ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. മറ്റൊന്നുമല്ല, അപ്പോൾ ഈ ശിഷ്യപൂജിത എന്ന് നിങ്ങൾ വിളിക്കുന്ന ഈ ശിഷ്യപരാജിതയുടെ ജീവൻ ആ ശരീരത്തിൽ നിന്ന് എവിടെ പോയി? അവരുടെ ജീവൻ അതീവ സത്യപ്രകാശത്തിൽ പോയി തൊട്ടിട്ട് തിരിച്ചു വന്നെന്നൊക്കെ ശ്രീകുട്ടി പറയുന്നു. അതായത് നമ്മൾക്കെല്ലാം ഈ ജന്മത്തിൽ ഈ ശരീരം കിട്ടിയിരിക്കുന്നത് നമ്മുടെ കർമ്മഫലങ്ങൾ ചെയ്തു തീർത്തിട്ട് ജീവന്റെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയല്ലേ? ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് യഥാർത്ഥ ജ്ഞാനം മറക്കപ്പെട്ടൊരു ജീവൻ യഥാർത്ഥത്തിൽ ഭൂമിയിൽ കിട്ടുന്നതിന് സുഖത്തേക്കാൾ എത്രയോ ഉയരെയാണ്, കോടിക്കണക്കിന് മടങ്ങ് വലുതാണ് ഈശ്വര സന്നദ്ധിയിൽ എത്തുമ്പോഴുള്ള സുഖം. ഈശ്വരൻ, ദൈവം, ബ്രഹ്മം, പരബ്രഹ്മം എന്നീ അവസ്ഥകൾ കഴിയും തോറും ആ സുഖം കൂടിക്കൂടി വരുന്നു. ശ്രീകുട്ടി പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ശിഷ്യപൂജിത എന്ന് നിങ്ങൾ വിളിക്കുന്ന ശിഷ്യപരാജിത അവർ അതീവ സത്യപ്രകാശത്തിൽ വരെ പോയി തൊട്ടിട്ട് ഇപ്പോൾ AC മുറിയിൽ വന്നിരുന്ന് ലീലാവിലാസങ്ങൾ കാണിക്കാനായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു എന്ന രീതിയിലല്ലേ പറഞ്ഞു വെക്കുന്നത്, അല്ലേ? എന്തെല്ലാം വിഡ്ഢിത്തമാണ് ശ്രീകുട്ടി പറയുന്നത്. ഗുരുവിൻ്റെ ഭൗതിക ശരീരത്തിന് പ്രസക്തിയില്ലെന്ന് പറയുന്ന ശ്രീകുട്ടിയോട് എനിക്ക് പറയാൻ വാക്കുകളില്ല. കാരണം 72 വർഷങ്ങൾ അതിമാനസ തേജസ് വസിച്ച ആ ഭൗതിക ശരീരം, ആ ശരീരം വിശ്വാസി പരമ്പരക്ക് എന്നും ആരാധിക്കാനുള്ളതാണ്. ശ്രീകുട്ടികൾ പോലുള്ളവർക്കാണ്, അല്ലെങ്കിൽ ശ്രീമതി ചേച്ചിയെ പോലുള്ളവർക്കാണ് അതിന് പ്രസക്തിയില്ലെന്ന് തോന്നുന്നു. നിങ്ങളുടെ വിഡ്ഢിത്തത്തെക്കുറിച്ച് എനിക്ക് പറയാനായിട്ട് വാക്കുകൾ കിട്ടുന്നില്ല. മറ്റുള്ള മതസ്ഥർ പോലും ഗുരുവിനോട് താരതമ്യം ചെയ്യാൻ പറ്റാത്ത, അതിലും എന്താ പറയുക, അത്ര പോലും ഇല്ലാത്തവരുടെ ഭൗതിക ശരീരം, വിശുദ്ധരുടെ ഭൗതിക ശരീരങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് പവിത്രമായി. ആ ഒരു മര്യാദ പോലും കാണിക്കാത്ത രീതിയിലുള്ള നിങ്ങളോട്, അല്ലെങ്കിൽ പറയാത്ത നിങ്ങളോട് പരമപുച്ഛം മാത്രം. ഇന്ന് മുസ്ലിങ്ങൾ ഹജ്ജിന് പോകുന്നത് പോലെ, മക്കയും മദീനയും പോലെ കാത്തു സൂക്ഷിക്കണമെന്ന് ഗുരു പറഞ്ഞിരുന്ന ഈ പറയുന്ന പർണശാലയും അല്ലെങ്കിൽ ഗുരു വസിച്ചിരുന്ന സ്ഥലവും ഗുരുവിൻ്റെ ജന്മഗൃഹം, അതായത് ചന്ദിരൂരി, ഇത് രണ്ടും നശിപ്പിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയ നിങ്ങളുടെ ശിഷ്യപൂജിത എന്ന് നിങ്ങൾ അഭിസംബോധന ചെയ്യുന്ന, നമ്മൾ ശിഷ്യ പരാജിത എന്ന് വിളിക്കുന്ന അമൃതാജന്യ, അതായത് ശ്രീകുട്ടിയുടെ ഇപ്പോഴത്തെ ഗുരുവായ അമൃതാജന്യ ചെയ്തിരിക്കുന്നത് എന്ന് മഹാപാതകം തന്നെയാണ്. അതൊക്കെ വിളിച്ച് പറയുക തന്നെ ചെയ്യും. ഗുരുനാപരമായ കാര്യങ്ങളാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അഹം ഗുരുവാസ്മി എന്ന് പറഞ്ഞ്, അതായത് ഞാൻ ഗുരുവാകുന്നു എന്ന് പറഞ്ഞ് ഇന്ന് ശാന്തിഗിരി ആശ്രമത്തിനകത്തിരിക്കുന്ന അമൃതാജന്യ അനുപരമ്പരയിലെ സത്യത്രാൺ എന്ന് പറഞ്ഞ ഒരു ആചാര്യനെ പറ്റി തെറ്റുതിരുത്താനായിട്ട് ഭൂമിയിൽ അവതരിച്ച, അല്ലെങ്കിൽ തെറ്റുതിരുത്തിയ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ ശിഷ്യയെന്ന് അവകാശപ്പെട്ട് കയറിയിരിക്കുന്ന അമൃതാജന്യ, അതിനേക്കാൾ വലിയ തെറ്റാണ് ഈ ലോകത്തോടും ഈ പരമ്പരയോടും ഈ എന്താ പറയുക മാനവരാശിയോടും ലോകത്തോടും എല്ലാം ചെയ്തിരിക്കുന്നത്. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഈ ചതുർവാക്യങ്ങളുടെ പേരിൽ ശ്രീകുട്ടി പുകമറ സൃഷ്ടിക്കുമ്പോൾ ഇന്ന് ശാന്തിഗിരിയുടെ ഭരണകർത്താക്കളായിട്ട് ഇരിക്കുന്ന അമൃതാജന്യ ഗുരുസ്വാമിയും വിശ്വാസത്തിന് മുമ്പ് മറ്റൊരു പുകമറ സൃഷ്ടിക്കുകയാണ്. എന്നുവെച്ചാൽ അവിടുത്തെ സത്യത്രാണിനെ പറ്റി തെറ്റിദ്ധരുത്താൻ വേണ്ടി ആശ്രമത്തിൽ വന്ന് മാസത്തിൽ ഒരു ദിവസം, അതായത് ആദ്യത്തെ ഞായറാഴ്ച കർമ്മം ചെയ്യണമെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അതിലേക്ക് നമുക്കൊന്ന് പോവാം. അത് കൂടി ഒന്ന് കേൾക്കേണ്ടതല്ലേ? അപ്പോൾ അതുകൂടി ഒന്ന് നമുക്കൊന്ന് കേൾക്കാം. നമ്മൾ ശിഷ്യഭൂത അറിയിച്ചത്, നമ്മൾ ഈ കർമ്മം ചെയ്യുമ്പം പ്രാർത്ഥനയോടെ തുടങ്ങണം. അത് കഴിഞ്ഞിട്ട് കർമ്മം ചെയ്ത് ശേഷം ശരീരശുദ്ധി വരുത്തിയിട്ടും എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കണം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സങ്കല്പത്തിന്റെ വലിപ്പം എല്ലാവരും മനസ്സിലാക്കണം. ഇത്രയും വലിയൊരു ചതുർയുഗങ്ങൾക്ക് മുമ്പ് വന്ന ഒരു വലിയ തെറ്റ് മാറ്റുന്നതിനാണ് ഗുരു നമ്മളെ കൊണ്ട് ഈ ഒരു കർമ്മ സ്വഭാവം ചെയ്യിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രാധാന്യം നമ്മളുടെ അതാത് ഏരിയകളിലുള്ള എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കി ഇതിലെല്ലാവരെയും ഉൾക്കൊള്ളിച്ച് ഈ ഞായറാഴ്ചത്തെ കർമ്മം എല്ലാവരുടെയും പങ്കാളിത്തത്തോടെ ചെയ്യിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഈ ഗ്രൂപ്പിലുള്ള VSNK മാതൃമണ്ഡലം ഗുരുമഹിമ ശാന്തിമഹിമ പ്രവർത്തകർക്കാണ്. കേട്ടില്ലേ? അതിനൊരു നോട്ടീസാണ് ഈ കൊടുത്തിരിക്കുന്നത്. കേന്ദ്രാശ്രമത്തിൽ നിന്ന് ഇറങ്ങിയ നോട്ടീസാണ്. അപ്പോൾ ആ നോട്ടീസ് ഞാൻ വായിക്കുക കൂടി ചെയ്യാം. അപ്പോൾ അടുത്തൊരാളുടെ ആലപ്പുഴ ജില്ലയിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഇദ്ദേഹം. റെജി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. റെജി പ്രജാപതി എന്ന മറ്റാണ് അദ്ദേഹത്തിനെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതും കൂടി ഒന്ന് കേൾക്കാം. അതുകൂടി കേട്ടിട്ട് ഞാൻ ആ നോട്ടീസ് ഒന്ന് വായിക്കാം. ഗുരുശരണം. പ്രിയാത്മബന്ധുക്കളെ, VSNK സഹപ്രവർത്തകരെ, ഈ വരുന്ന 5-ാം തീയതി ഞായറാഴ്ച എല്ലാ ബ്രാഞ്ച് ആശ്രമങ്ങളിലും കർമ്മ പരിപാടി നടക്കുകയാണെന്ന് നമ്മൾ ഇതിനോടകം അറിഞ്ഞിട്ടുണ്ട്. ഗുരു ഈ കർമ്മത്തെക്കുറിച്ചും ഈ കർമ്മത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ചും വളരെ
വ്യക്തമായിട്ട് നമുക്ക് ഗുരുവാണിയായിട്ട് നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും 1000 പേരുടെ വേലയെങ്കിലും ചെയ്യണം, അത്ര കണ്ട് ചെയ്തു തീർക്കാനുണ്ടോ എന്നുള്ള ഗുരുവിന്റെ ഗുരുവാണിയും, അതുപോലെ തന്നെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള അഹം എന്ന ബോധം, ആ ദോഷവശം മാറിപ്പോകുന്നതിനും വേണ്ടിയിട്ടാണ് കൂട്ടായിട്ടുള്ള കർമ്മം പ്രാർത്ഥനാപൂർവം ചെയ്തതിന് ശേഷം ശരീരശുദ്ധി വരുത്തി പ്രാർത്ഥന നടത്തി പൂർത്തിയാക്കണം എന്ന ഗുരുവിൻ്റെ ഗുരുവാണികളും നമ്മൾ ഈ നിമിഷം ഓർക്കേണ്ടതുണ്ട്. ആയതിനാൽ നമ്മളെ സംബന്ധിച്ചിനി എല്ലാ ആദ്യത്തെ ഞായറാഴ്ചയും ഈ കർമ്മ പദ്ധതി തുടരേണ്ടതാണ്. അപ്പൊ അതിന്റെ നിർദ്ദേശം ഉള്ള അറിയിപ്പാണ് മുകളിലെ നോട്ടീസായിട്ട് കേന്ദ്ര ആശ്രമത്തിൽ നിന്നും അറിയിച്ചിരിക്കുന്നത്. ആയതിനാൽ എല്ലാ ഏരിയ കമ്മിറ്റി അംഗങ്ങളും യൂണിറ്റ് കോർഡിനേറ്റേഴ്സും അതത് യൂണിറ്റുകളിലെ മുഴുവൻ ആളുകളെയും ഈ കർമ്മ പദ്ധതിയിൽ ഏർപ്പെടുത്തിക്കൊണ്ട്, കർമ്മ പദ്ധതിയിലേക്ക് എത്തിച്ചുകൊണ്ട് അവർക്ക് ഈ പറഞ്ഞ ഗുരുവിന്റെ ഗുരുവാണിയിലെ ആ ഡെപ്തായിട്ടുള്ള കാര്യം, ആഴത്തിലുള്ള ആ മഹത്വം, ആ ജീവന് കിട്ടാനുള്ള അവസരം ഒരുക്കി കൊടുക്കേണ്ട ചുമതലക്കാർ കൂടിയാണ് പ്രവർത്തകരെന്ന നിലയ്ക്ക് നമ്മുടെ ഓരോരുത്തരും ഉള്ളത്. ആയതുകൊണ്ട് എല്ലാവരും ഈ കാര്യത്തിൻ്റെ ഒരു ആവശ്യകത മനസ്സിലാക്കി എല്ലാ ആളുകളെയും പങ്കെടുപ്പിക്കാൻ ഉള്ള പ്രവർത്തനം അതത് യൂണിറ്റുകളിൽ കാഴ്ചവെക്കണമെന്ന് കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. എല്ലാവർക്കും ഗുരുകാരുണ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സദ്ഗുരുവേ ശരണം. അപ്പോൾ കേട്ടല്ലോ. അപ്പോൾ ആശ്രമം ഇറക്കിയ ആ നോട്ടീസ് ഞാനൊന്ന് വായിക്കാം. അത് വായിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അത് വായിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് പിന്നെ വായിക്കാൻ പറ്റുന്ന രീതിയിൽ കാണുകയും ചെയ്യാം, ഞാനത് വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യാം. എന്നുവെച്ചാൽ ആശ്രമത്തിൻ്റെ ആ ഇതൊക്കെ വെച്ച് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. എന്താ പറയുക, അതിൻ്റെ നമ്പറുണ്ട്, സീരിയൽ നമ്പറുണ്ട്. 31 ഡിസംബർ 2024 ഇറക്കിയതാണ് അറിയിപ്പ്. കർമ്മവും പ്രാർത്ഥനയും പരസ്പര പൂരകവും ഒരേ പ്രാധാന്യത്തിലുള്ളതുമാണെന്നാണ് ഗുരു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരാൾ 1000 പേരുടെ വേല ചെയ്യണം, അത്ര കണ്ട് ചെയ്തു തീർക്കാനുണ്ട് എന്നാണ് ഗുരു നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഗുരുവിൻ്റെ ജീവിതം തന്നെയാണ് നമുക്ക് എപ്പോഴും ഉദാഹരണവും പ്രചോദനവും ആയിട്ടുള്ളത്. ഒരു കർമ്മി എന്താണെന്നുള്ളതിൻ്റെ മകുടോദാഹരണം ഗുരുവാണ്. ഗുരുവിൻ്റെ ജീവിതകാലം മുഴുവനും ഗുരു എന്തിനാണ് ഈ കർമ്മമൊക്കെ അനുഷ്ഠിച്ചത്, അത് നമുക്കുള്ള ഏറ്റവും വലിയ ഒരു സന്ദേശമാണ്. ശാന്തിഗിരി ആത്മവിദ്യാലയത്തിൻ്റെ അടുത്ത പരിപാടികൾ കർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കണമെന്ന് ഗുരുവാക്ക് ലഭിച്ചിട്ടുണ്ട്. മനുപരമ്പരയിൽ വന്ന സത്യത്രാണൻ എന്ന മഹാത്മാവിൽ നിന്നുണ്ടായ ദോഷം അഹം ബ്രഹ്മാസ്മി, ആ ദോഷം എത്രയോ ചതുർയുഗങ്ങളായി നമ്മെ പിന്തുടരുന്നു. ഓരോരുത്തരുടെയും ഉള്ളിലുള്ള അഹം എന്ന ആ ദോഷവശം മാറിപ്പോകണം എന്ന സങ്കല്പത്തിൽ കൂട്ടായ്മയോടുകൂടി കർമ്മം ചെയ്യണമെന്നാണ് ഗുരുനിർദ്ദേശം. ഞാൻ എന്ന ഭാവത്തെ അഴിച്ച് ഗുരുവിങ്കൽ ലയിപ്പിക്കുന്ന മഹത്തായ കർമ്മം അനുഭൂതിയുടെ വശം തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് കൂട്ടായ്മയോടെയുള്ള ഈ കർമ്മം എന്നാണ് ഗുരു അറിയിച്ചിട്ടുള്ളത്. ഇത് സന്യാസിനി, ബ്രഹ്മചാരിണി, ഗൃഹസ്ഥർ എല്ലാവരും ഒരുമിച്ച് ചെയ്യേണ്ടതുണ്ട്. പ്രാർത്ഥനയോടെ ആരംഭിക്കുകയും കർമ്മത്തിന് ശേഷം ശരീരശുദ്ധി വരുത്തി എല്ലാവരും പ്രാർത്ഥിക്കുകയും വേണം എന്നാണ് ഗുരുനിർദ്ദേശം. ആശ്രമം ബ്രാഞ്ചുകളിൽ മാസത്തിൽ ആദ്യത്തെ ഞായറാഴ്ചകളിൽ നടന്നു വരുന്ന കർമ്മ പദ്ധതികൾ ഈ സങ്കല്പത്തിൽ അധിഷ്ഠിതമായി എല്ലാവരെയും പങ്കാളിത്തത്തിൽ ചെയ്തെടുക്കേണ്ടതാണ്. ഇതിനായി അതാത് ഏരിയയിലെ സന്യാസിമാരുടെ നേതൃത്വത്തിൽ ശാന്തിഗിരി വിശ്വസാംസ്കാരിക നവോത്ഥാന കേന്ദ്രം, ശാന്തിഗിരി മാതൃമണ്ഡലം, ശാന്തിഗിരി ശാന്തിമഹിമ, ശാന്തിഗിരി ഗുരുമഹിമ എന്നീ ഡിവിഷനുകളിൽ നിന്നുള്ള ചുമതലക്കാരെയും ഉൾപ്പെടുത്തി ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കേണ്ടതുണ്ട്. സന്യാസിനിമാരും ബ്രഹ്മചാരിമാരും ആത്മബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ ചേർന്ന്
ഈ വരുന്ന ഞായറാഴ്ച 2025 ജനുവരി 5 ഓരോ ബ്രാഞ്ചുകളുടെയും സൗകര്യപ്രദമായ സമയത്ത് ഈ കർമ്മ പദ്ധതിക്ക് തുടക്കം കുറിക്കേണ്ടതാണ്. എല്ലാവരുടെയും പങ്കാളിത്തം ഗുരുനിർദ്ദേശപ്രകാരമുള്ള ഈ കർമ്മത്തിൽ ഉറപ്പുവരുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ അതിൻ്റെ ചുമതലക്കാരി ശാന്തിഗിരി ആത്മവിദ്യാലയം. ഈ നോട്ടീസിൽ ഇപ്പം ഞാൻ വായിച്ചാണ്. ശാന്തിഗിരിയിൽ ഇപ്പോഴത്തെ അമൃതാചാര്യ ഗുരുസ്വാമി എന്ന് പറയുന്ന ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഭരണാധികാരികളെന്ന് അവകാശപ്പെട്ട് കയറിയിരിക്കുന്നവർ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഈ മനുപരമ്പരയിലെ ആചാര്യനായ സത്യത്രാണ് പറ്റിയ തെറ്റെന്ന് പറയുന്നത് ഇതാണെന്നാണ് ഇവർ പറഞ്ഞു പഠിപ്പിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഗുരു സത്യത്രാണിനെ പറ്റി, ഈ മനുപരമ്പരയിലെ സത്യത്രാണിനെ പറ്റിയ തെറ്റി, അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ തെറ്റി എന്താണെന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഗുരുവാണിയിലൂടെ പറഞ്ഞിട്ടുണ്ട്. ആ ഗുരുവാണി ഞാനിവിടെ പിൻ ചെയ്യാം. ഈ ചാനലിൽ തന്നെയുള്ള 52ാമത്തെ നമ്പറായിട്ട് കൊടുത്തിരിക്കുന്ന ഗുരുവാണിയിൽ വളരെ വ്യക്തമായിട്ട് ഗുരു പറയുന്നുണ്ട്. എന്നാലും ഈ പറയുന്ന കാര്യം ഒന്ന് വിശദീകരിക്കാതെ, അതിൻ്റെ യാഥാർത്ഥ്യം വിശദീകരിക്കാതെ പോകാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് അതുകൂടി ഞാൻ ഇതിൽ പറയാം. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് 25 ശതകങ്ങൾക്ക് മുമ്പ് മനുപരമ്പരയിലെ ഒരു ആചാര്യനായ സത്യത്രാണിന് പറ്റിയ ഒരു തെറ്റാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാണുമ്പോൾ എല്ലായിടത്തും അദ്ദേഹത്തിനെ തന്നെ കാണുന്നു. അപ്പോൾ ഞാൻ ബ്രഹ്മത്തിൻ്റെ അംശമാണെന്ന് പറയുന്നതിന് പകരം ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞ ഒരു വാക്ക് അദ്ദേഹത്തിൽ നിന്നുണ്ടായി. അതാണ് സത്യത്രാണിന് ഈ പറയുന്ന 25 ശതകങ്ങൾക്ക് മുമ്പ് പറ്റിയ തെറ്റ്. അങ്ങനെയാണ് ബ്രഹ്മശാപം ഉണ്ടാവുകയും അങ്ങനെ ശാപം മൂലം മനുഷ്യ മനസ്സുകളിൽ നിന്ന് ഈ മനുപരമ്പരയെക്കുറിച്ചുള്ള സ്മരണ നഷ്ടപ്പെടുകയും അതിനുശേഷം ത്രിമൂർത്തി സമ്പ്രദായം വരികയും അത് കഴിഞ്ഞാണ് ഈ കലിയുഗത്തിൽ 2444 ആചാര്യന്മാരെ ബ്രഹ്മം ഇതിനായിട്ട് കൊണ്ടുപോകുന്നു. ഓരോ കാലഘട്ടങ്ങളിൽ, ഓരോ സമയങ്ങളിൽ ഈ കലിയുഗത്തിൽ തന്നെ. പക്ഷെ അവർക്കൊന്നും ആ ജന്മദൗത്യം പൂർത്തിയാക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് തന്നിൽ തന്നെ സൂക്ഷിച്ചിരുന്ന ഒരു ജീവനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നത്, ഈ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി. സത്യത്രാണിനെ പറ്റിയ തെറ്റായ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ആ തെറ്റ്, ഞാൻ ബ്രഹ്മമാണ് എന്ന് പറയുന്ന തെറ്റ്, ഞാൻ ബ്രഹ്മത്തിൻ്റെ അംശം മാത്രമാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഗുരു നമ്മളെ പഠിപ്പിക്കുകയാണ്. ഗുരുവിൻ്റെ ഈ 72 സംവത്സരങ്ങൾ നമ്മൾ ഗുരുവോടൊത്ത് ഈ ഭൂമിയിൽ വസിച്ച സമയങ്ങളിൽ അതാണ് യഥാർത്ഥത്തിൽ സത്യത്രാണിന് പറ്റിയ തെറ്റും. ആ തെറ്റ് തിരുത്താനായിട്ടാണ് ഗുരു വന്നതും ആ തെറ്റ് ഗുരു തിരുത്തുകയും ചെയ്തു. ഗുരുവിന് ഈ തെറ്റ് തിരുത്താൻ സാധിച്ചത് 1973 കന്നി 4 ബ്രഹ്മത്തിൽ നിന്ന് അറിയിപ്പ് ഉണ്ടാകുകയാണ്. എന്നുവെച്ചാൽ ഈ ദൗത്യം പൂർത്തിയായി. ഗുരുവിൻ്റെ ആ ദൗത്യത്തിലൂടെ ഈ സത്യത്രാണിന് പറ്റിയ തെറ്റായ അഹം ബ്രഹ്മാസ്മി എന്ന തെറ്റ് തിരുത്തപ്പെട്ടു എന്നുള്ള അറിയിപ്പ് ബ്രഹ്മത്തിൽ നിന്ന് കിട്ടുകയാണ്. ഇതെന്നാണ് 73 ഇത് സംഭവിച്ചിരിക്കുന്നത്. 73 മുതൽ ഇന്ന് വരെയുള്ള പിള്ളേർക്ക് മാറ്റമുണ്ട്. നിങ്ങളുടെ വീട്ടിലുള്ള പിള്ളേരെ നോക്കിയാൽ മതി, ബുദ്ധിയും കഴിവും കൂടുതലാണ്. ഒരറിവില്ലാത്തവരാണെങ്കിൽ ആ അറിവ് കെട്ട് ലോകത്തെ വരെ പിടിച്ചടക്കത്തക്ക വിധത്തിലുള്ള അറിവുകേടാണ് അവരുടെ കയ്യിരിക്കുന്നത്. അങ്ങനെ പല വിധത്തിലുള്ള അറിവുകേട് ഈ കുട്ടികളിൽ വരാനിടയുണ്ട്. നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളെ ഞാൻ എന്ത് ചെയ്യും പറഞ്ഞു തരാനേ കഴിയൂ. ഇത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈ കുട്ടികളെ നമുക്ക് വളർത്തിയെടുക്കണമെന്നാണ് വിചാരമെങ്കിൽ നിങ്ങളത് സൂക്ഷിക്കണം. അല്ലെങ്കിൽ വേറെ എന്തോ ചെയ്യും. എനിക്കിതേ പറയാനുള്ളൂ. ഇവിടെ തന്നെ വന്നു നിൽക്കുന്ന ചില കുട്ടികളുടെ അവരുടെ അറിവുകേടോ അവരുടെ പിതൃഭാവത്തിലോ മാതൃഭാവത്തിലോ ഉള്ള അറിവുകേട് അവരെ പിടികൂടിയിട്ട് അവരെ ഒന്നുമല്ലാതെ ആകുന്ന മാർഗത്തിലേക്കും അവർ സഞ്ചരിക്കുന്നുണ്ട്. ഇതും എനിക്കറിയാം. പക്ഷെ ഇങ്ങനെ പോയാൽ നിങ്ങൾ എന്തു ചെയ്യും? എനിക്ക് നിങ്ങളോട് പറയാനേ കഴിയൂ. നിങ്ങൾ ചെയ്തെടുക്കേണ്ടത് നിങ്ങളുടെ ഭാഗ്യത്തിലൊന്നാണ്. ഇത് രണ്ടാമത്തതല്ല, ഒന്നാമത്തതാണ്. ആ ഭാഗ്യം നിങ്ങൾ കളഞ്ഞുകൊണ്ട് ഒന്നിലോട്ടും പോകല്ലേ. എനിക്കതിലൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ ഒന്നും ചെയ്തുകൊണ്ട് നേട്ടവുമില്ല നിങ്ങൾക്ക് വേണ്ടി. എന്തുകൊണ്ട്? ദൈവ നിശ്ചയമാണ്. ഇതിനെയാണ് നിങ്ങൾ അളന്നു കുറിക്കുന്നത്. ശരിയാവില്ല. ദയവായി നിങ്ങൾ അറിയുന്നവർ തമ്മിലെ എന്താണ് മാർഗത്തെപ്പറ്റി അവരോട് പറയാൻ നിങ്ങൾക്കറിയില്ല. നിങ്ങൾ തെറ്റിക്കാതിരുന്നാൽ മതി, വേറൊന്നും പറയണ്ട. അവർ തെറ്റിക്കുന്നെങ്കിൽ അവർ തെറ്റിച്ചോട്ടെ, നമ്മൾ അതിനൊന്നും തയ്യാറല്ല. ഓർമ്മയിട്ട് ഇതെല്ലാവരും നിങ്ങൾ അറിഞ്ഞിരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വന്നു പോകാവുന്ന അബദ്ധം ചെറുതല്ല. സ്വന്തം മക്കളെ നമുക്ക് നേരിൽ കൊണ്ടുവരാൻ കഴിയാത്ത ഗതികേട് നമ്മളിൽ തന്നെ വന്നിരിക്കുന്നു എന്ന് കാണുമ്പോൾ നിങ്ങളത് സൂക്ഷിക്കണോ വേണ്ടേ? അങ്ങനെ അനവധി വീടുകൾക്കാണ് അത് വന്നിരിക്കുന്നത്. അച്ഛനും അമ്മയും വെളിയിൽ പറയാതിരിക്കുന്നുണ്ട്. വെളിയിൽ പറഞ്ഞാൽ ഇത്
ഞങ്ങളുടെ നാടിനും വീടിനും കേടാണെന്ന് തോന്നിയിട്ട് അക്ഷരം പ്രതി മിണ്ടായിരിക്കുന്നുണ്ട്. പക്ഷെ മിണ്ടായിരുന്നതുകൊണ്ട് നിങ്ങൾ നന്നാകുമെന്ന് കരുതരുത്. ഈ മക്കളോടുകൂടി തൊലയും നിങ്ങൾ. അങ്ങനെയൊന്നും ധരിക്കരുത്. ഇത് നിങ്ങൾ ഈ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇത് ചെയ്തുകൊണ്ട് ഫലമില്ല, അബദ്ധം വരും. അന്ന് പറയുന്നത് വെച്ചാൽ ഞാൻ ആഗ്രഹിച്ച കാര്യം പൂർത്തിയായെന്നാണ് പറയുന്നത്. അതായത് ഗുരുവിൻ്റെ ആ ജന്മദൗത്യം പൂർത്തിയായി. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് 73-ന് ശേഷം ജനിക്കുന്ന കുട്ടികൾ നല്ല ബുദ്ധിശാലികളും നല്ല ആത്മബോധമുള്ളവരും എല്ലാം ആയിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ആ കുട്ടികൾ ജനിച്ചാൽ മാത്രം പോരാ, ആ കുട്ടികളെ നേർവഴിക്ക് നയിച്ച് അവരാ എന്താ പറയുക നല്ല രീതിയിൽ വളർത്തിയില്ലെങ്കിൽ അവർ വളരെ മോശത്തെ രീതിയിലേക്ക് പോകുന്നു ഗുരു വളരെ കർശനമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് 1973-നുള്ള പ്രത്യേകത. അതായത് സത്യനാരായണനെ പറ്റി തെറ്റിദ്ധരുത്താൻ വേണ്ടി ഏഴാമത്തെ ചതുർയുഗത്തിൽ കൊണ്ടുവന്ന ത്രിമൂർത്തികൾക്കോ പിന്നീട് വന്ന ഈ കലിയുഗത്തിൽ വന്ന 2444 ആചാര്യന്മാർക്കോ സാധിക്കാതെ വന്നപ്പോഴാണ് ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിലൂടെ ബ്രഹ്മം അത് നടപ്പിലാക്കിയത്. അതോടെ ബ്രഹ്മം ഗുരുവിന് പിതൃശുദ്ധി ചെയ്യാനുള്ള ആ ഒരു അനുവാദം കൊടുക്കുകയാണ്, ഒരു അവകാശം കൊടുക്കുകയാണ്. അതാണ് ശാന്തിഗിരിയിൽ ചെയ്തിരുന്ന ഗുരുപൂജ. എന്നുവെച്ചാൽ ഒരാളുടെ അച്ഛൻ്റെയും അമ്മയുടെയും 18 തലമുറക്ക് മുമ്പുള്ള പിതൃക്കൾ, ആ പിതൃക്കളെ ശുദ്ധി ചെയ്യാൻ പറ്റുന്നതിനെ ശുദ്ധി ചെയ്ത് അടുത്ത ജന്മത്തിനായിട്ട് അർഹതപ്പെടുത്തി മാറ്റി നിർത്തുകയും ശുദ്ധി ചെയ്യാൻ പറ്റാത്ത പിതൃക്കളെ ഗുരുവിൻ്റെ പ്രകാശത്തിൽ കത്തിച്ചു കളയുകയും ചെയ്യുന്ന ഒരു രീതിയാണ്, ഒരു കർമ്മമാണ് ഗുരുപൂജ എന്ന് പറയുന്ന ആ കർമ്മം. അത് ഗുരുവിന് മാത്രമാണ് ചെയ്യാനുള്ള ഒരു അവകാശം ബ്രഹ്മത്തിൽ നിന്ന് കിട്ടിയത്. ഗുരു നമ്മെ പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾക്ക് സംഭവിക്കുന്ന ആ ഒരു ദോഷകരമായ കാര്യം എന്ന് വെച്ചാൽ പിതൃവിൻ്റെ ശാപമാണ്. അപ്പോൾ ആ പിതൃവിൻ്റെ ശാപം എന്ന് പറയുമ്പോൾ 18 തലമുറ വരെ നമ്മളത് ബാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ബാധിക്കുമെന്ന് പറയുന്നതിന് ശുദ്ധി ചെയ്യേണ്ടതിനെ ശുദ്ധി ചെയ്തും നശിപ്പിച്ച് കളയേണ്ടതിനെ നശിപ്പിച്ച് കളയുകയും ചെയ്തുകൊണ്ടാണ് ഗുരുപൂജ എന്ന് പറയുന്ന കാര്യം ഗുരു ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ജീവൻ ഭൂമിയിൽ ജീവിക്കുന്നതിനേക്കാൾ ഒരുപാട് ഇരട്ടിയാണ് പിതൃലോകത്ത് ജീവിക്കുന്നത്. നമ്മുടെ 28 ദിവസമാണ് പിതൃലോകത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. ഒരു ജീവൻ ഭൂമിയിൽ വന്ന് ജനിച്ച് മരിച്ച് കഴിയുമ്പോൾ പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് ആ ജീവന് വീണ്ടും ഒരു ജന്മം കിട്ടുന്നത്. അപ്പോൾ ആ ജീവന് ഏറ്റവും കൂടുതൽ കാലം ജീവിക്കേണ്ടി വരുന്നത് പിതൃലോകത്താണ്. എല്ലാ ജീവനുകൾക്കും താൻ ചെയ്ത നന്മ തിന്മകളുടെ ഫലം അനുഭവിക്കേണ്ടി വരും. അത് പിതൃലോകത്ത് നിന്ന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതൊരു ജന്മം കിട്ടി ഈ ഭൂമിയിൽ വന്നിട്ടാണ് ആ നന്മ തിന്മകൾ എന്ന് വെച്ചാൽ കർമ്മഫലം എന്ന് പറഞ്ഞാൽ മുൻജന്മത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്ന പുണ്യമാണെങ്കിൽ ആ പുണ്യത്തിൻ്റെ ഗുണം നമുക്കിപ്പോൾ കിട്ടുകയും അതല്ല പാപമാണെങ്കിൽ അതും അനുഭവിക്കേണ്ടി വരികയും തെറ്റ് തിരുത്തുകയും പുണ്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു സമയമാണ് നമുക്ക് മനുഷ്യ ജന്മം കിട്ടി ഈ പറയുന്ന കാലയളവിൽ ഈ ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. അത് പാപം ചെയ്യുന്നവർക്ക് വീണ്ടും അതിൻ്റെ തിക്തമായ ഫലങ്ങളുണ്ടാവും. പിതൃലോകത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു ജീവന് ഒന്നും ചെയ്യാനുള്ള അവസ്ഥയില്ല. പിതൃലോകത്ത് അങ്ങനെ ഒരു കാര്യമാണ്. ശരീരമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് കർമ്മം ചെയ്ത് കർമ്മദോഷങ്ങളും കർമ്മദോഷങ്ങൾ അകറ്റാനും കർമ്മത്തിൽ നമുക്ക് പുണ്യ നിറയ്ക്കാനും കഴിയുള്ളൂ. പിതൃവിന് വേണ്ടി കർമ്മം ചെയ്യാൻ ആ ഭൂമിയിൽ ആ പിതൃവിൻ്റെ സന്തതി പരമ്പരകൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ, മറ്റൊരാൾക്കും കഴിയില്ല. പുത്തെന്ന നരകത്തിൽ നിന്ന് ത്രാണം ചെയ്യുന്നവനാണ് പുത്രൻ. എന്നുവെച്ചാൽ പുത്രൻ്റെയും പുത്രിയുടെയും പ്രവൃത്തികൾ അവരുടെ പിതൃക്കൾക്ക് ഗുണകരമായില്ലെങ്കിൽ പിതൃക്കൾ കോപിച്ചിട്ട് അവരുടെ സന്തതി പരമ്പരകൾക്ക് മാരകമായ ദുരന്തങ്ങൾ വന്നു വൈപിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ കോപങ്ങൾ അവരിൽ നിന്നുണ്ടാവും. അതാണ് ഗുരു പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പിതൃശുദ്ധി എന്ന ഗുരുപൂജയിലൂടെ ആ കർമ്മം നമ്മളെ കൊണ്ട് ചെയ്യിച്ചിട്ട് നമ്മളെ അതിൽ നിന്ന് ആ കെടുതിയിൽ നിന്ന് ഗുരു നമ്മളെ രക്ഷിച്ചിട്ടിരുന്നത്. നമ്മുടെ ജീവന് അത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് മോക്ഷപ്രാപ്തി, അതായത് ബ്രഹ്മത്തിൽ അണയുക എന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ്, അതിനെ നമ്മളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയാണ് ഗുരു അഹോരാത്രം ഈ കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് ഒരുപാട് ഗുരുവാണികളിലൂടെ പറഞ്ഞ് നമ്മളെ ബോധവൽക്കരിക്കുകയും നമ്മളെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിക്കുകയും പ്രാർത്ഥിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. മനസ്സവാച കർമ്മണ എങ്ങനെയായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടതെന്ന് സദാസമയവും ഗുരു നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടേയിരുന്നു. നമ്മൾ ജനിച്ചുപോയൊരു ജീവനായതുകൊണ്ട് നമ്മളുടെ ഗുണദോഷപരമായ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ അനുഭവിച്ച് തീർക്കണമെന്ന് ഗുരു നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഗുരുവോടൊത്ത് ജീവിക്കുമ്പോൾ എങ്ങനെയാണോ നമ്മളുടെ മുൻജന്മങ്ങളിൽ നമ്മളുടെ പാപപുണ്യങ്ങൾക്കനുസരിച്ചായിരിക്കും നമ്മൾ ഈ ജന്മത്ത് ഓരോ കാര്യങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ നമുക്കൊരു ഗുരുവെ കിട്ടിയത് കൊണ്ട് ഗുരു സന്മാർഗത്തിലൂടെ നമ്മൾ നയിക്കുമ്പോൾ ആ നന്മയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒരു കാല് പോകേണ്ട സ്ഥാനത്ത് ഒരു വിരൽ മുറിഞ്ഞെന്ന് വരാം. അങ്ങനെ വളരെ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളാണ്.
അപ്പോൾ അത് കണ്ണിൽ കൊണ്ടത് പിരിയത്ത് കൊണ്ട് പോയെന്ന് വരാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഗുരു പഠിപ്പിച്ചത്. പക്ഷേ കർമ്മഫലം എന്നുള്ളത് നമ്മൾ അനുഭവിച്ച് തന്നെ തീർക്കണമെന്ന് ഗുരു സദാസമയം നമ്മളെ പഠിപ്പിച്ചു നിർത്തുന്നു. കാരണം ലഘൂകരിക്കാൻ ഗുരുവുള്ളത് കൊണ്ട് പറ്റും. ഇല്ലെങ്കിൽ പിന്നെ കണ്ണിൽ കൊള്ളുന്നത് കണ്ണിൽ തന്നെ കൊള്ളും, പിരിയത്ത് കൊള്ളില്ല. കാല് പോകേണ്ട സ്ഥാനത്ത് കാല് തന്നെ പോകും. വിരല മുറിയുന്നത് മാത്രമല്ല കാല് തന്നെ പോകും. ആ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഗുരു നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ ഗുരുവിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സത്യത്രാണിന് തെറ്റുപറ്റുന്നതിനുള്ള ഒരു ക്രമത്തിലേക്ക് നമ്മുടെ മാനവരാശി എത്തിക്കുക എന്നുള്ളതാണ്. അതിനുള്ള കുട്ടികളെ നമ്മൾ പ്രാപ്തരാക്കി വളർത്തുക എന്നുള്ളത് തന്നെയാണ് ഗുരുവിൻ്റെ യഥാർത്ഥത്തിലുള്ള ആശയം. അങ്ങനെ നന്മയുള്ള കുട്ടികൾ ഈ ലോകത്ത് ജനിച്ച് ആ നന്മയിലൂടെ വളർന്ന് ലോകം നന്മയുള്ളൊരു ലോകമായിട്ട് മാറണം. അതാണ് ഗുരുവിൻ്റെ യഥാർത്ഥ ആശയം. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞിരുന്നത്, ഗുരുപൂജ ചെയ്ത വീടുകളിലെ കുട്ടികളുടെ കല്യാണം നടക്കുമ്പോൾ, വിവാഹം നടത്തുമ്പോൾ എന്നോട് ചോദിച്ചിട്ട് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞത്. പരമ്പരയിൽ ഇന്ന് തെറ്റിച്ചു കളഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ തെറ്റിയതിൻ്റെ കൂട്ടത്തിൽ അതും തെറ്റിച്ചു കളഞ്ഞുകൊണ്ട് അതിൻ്റേതായ ഒരുപാട് ദുരന്തങ്ങൾ ഇന്ന് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഈ ശാന്തിഗിരി പരമ്പര. അതുകൂടാതെ ആ ശാന്തിഗിരി പരമ്പരയിൽ വരുന്ന ഒരുപാട് കെടുതികളാണ് ഈ ലോകത്തിനെയും ബാധിക്കുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ വരുന്ന എന്ത് മോശം കാര്യങ്ങളും ലോകത്തത് പ്രതിഫലിക്കുമെന്ന് ഗുരു പറഞ്ഞിട്ടുള്ളതാണ്. ഗുരുപൂജ ചെയ്ത ഒരു വീട്ടിലെ ഒരു ആൺകുട്ടിയും ഗുരുപൂജ ചെയ്ത ഒരു വീട്ടിലെ പെൺകുട്ടിയും തമ്മിൽ അവരുടെ ജീവൻ്റെ പൊരുത്തം നോക്കിയാണ്, നല്ല സന്തതികൾ ഉണ്ടാവുമോ എന്ന് നോക്കിയാണ് ഗുരു അവർക്ക് വിവാഹം കഴിക്കുന്ന ഇതിൽ. അല്ലാതെ സ്വർണമോ പണമോ സൗന്ദര്യമോ ജാതിയോ സ്വത്തുക്കളോ ഒന്നും നോക്കിയിട്ടല്ല. ആ ജീവൻ്റെ പൊരുത്തം, ആ ജീവനിൽ അവർ തമ്മിൽ ചേരുമ്പോൾ അവർക്കുണ്ടാവുന്ന സന്തതികൾ ഈ ലോകത്തിൽ നന്മ പകരുന്ന കുട്ടികളാണോ എന്ന് നോക്കിയാണ് ഗുരു ഈ ആശ്രമത്തിൽ വിവാഹം നടത്തിയിരുന്നത്. അല്ലാതെ പ്രേമവിവാഹമൊന്നും ഗുരു അനുവദിച്ചിട്ടുള്ളതല്ല. അഥവാ അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ധാർഷ്ട്യത്തിൽ, അവരുടെ ഗുരുനിന്ദാപരമായ പ്രവർത്തനത്തിലൂടെയാണ്. അതിനെ പിന്നെ ഒരുപാട് ആൾക്കാർ വെള്ളപൂശാനൊക്കെ ശ്രമിക്കും. അവരവരുടെ ന്യായം പറഞ്ഞ് ഒരുപാട് ഇപ്പം ഈ അടുത്ത് ഞാനൊരു ഇത് കേട്ടായിരുന്നു. ഒരു ശ്രീകുട്ടിയുടെ ശ്രീമതി ചേച്ചിയുടെ ഒരു വീഡിയോയിൽ പറയുന്നത് വെച്ചാൽ, യഥാർത്ഥത്തിൽ ഈ ആത്മീയത പകർന്നു തന്ന ശ്രീകുട്ടിയാണെന്നാണ് പറയുന്നത്. ആ പറയുന്ന ശ്രീമതി ചേച്ചിയെ ഗുരു കൊണ്ടുവന്നിരുന്നത് ഒരുപാട് പവിത്രമായിട്ടുള്ള രീതിയിലാണ്. അവരൊരുപാട് ഗുരുവിനെ കുറിച്ച് പറയുന്നുണ്ട്, ഗുരുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്നിട്ടും അവർക്ക് ബ്രഹ്മശ്രീ കരുണാഗുരുവിന് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അവർ പറയുന്നത് ശ്രീകുട്ടിയാണ് യഥാർത്ഥ ആത്മീയതയുടെ പാത തുറന്നു കൊടുത്തതെന്നാണ്. ശുദ്ധ വിവരക്കേടല്ലാതെ എന്തു പറയാനാണ്? അതുപോലെ തന്നെ ഗുരുപൂജ ചെയ്ത വിവാഹങ്ങൾ നടക്കുമ്പോൾ, ഗുരുപൂജ ചെയ്ത കുടുംബത്തിലെ വിവാഹങ്ങൾ നടക്കുമ്പോൾ അവരുടെ ആ പരമ്പരയിലുള്ള അല്ലെങ്കിൽ ആ പിതൃക്കളുടെ മൂന്നാമത്തെ തലമുറയിലുള്ള പിതൃക്കളാണ് ആ ഒരു ശുദ്ധമായ ഗർഭപാത്രത്തിൽ വന്ന് ജനിക്കുന്നത്. അത് ശുദ്ധി ചെയ്ത് ഗുരു നിർത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ഗുരു പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, ഈ കലിയുഗത്തിൽ ഒരുപാട് കോടാനുകോടി ദേവീദേവന്മാരും ഋഷീശ്വരന്മാരും ഒരുപാട് മഹാത്മാക്കൾ ഈ ഭൂമിയിൽ ഒരു കലിയുഗത്തിൽ ഒരു അവതാരം ഒരു ജന്മം കിട്ടാൻ വേണ്ടി അവർ പ്രാർത്ഥിച്ച് നിൽക്കുകയെന്നാണ് പറഞ്ഞത്. പക്ഷേ അവർക്ക് ജനിക്കണമെങ്കിൽ ശുദ്ധിയുള്ള പവിത്രമായ ഗർഭപാത്രം വേണം. ആ ഗർഭപാത്രത്തിൽ അവർക്ക് ജനിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനും കൂടി വേണ്ടിയാണ് ഗുരു അങ്ങനെ ഈ ലോകത്ത് നല്ല ആത്മാക്കൾ ജനിച്ച് നല്ല പ്യൂരിറ്റിയുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല മനുഷ്യർ ഉണ്ടാവുക. അങ്ങനെ ഉണ്ടായി ഈ ലോകം തന്നെ നല്ലൊരു രീതിയിലേക്ക് വരിക എന്നുള്ളതാണ് ഗുരുവിൻ്റെ ആ ഒരു ആശയം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഗുരുവിൻ്റെ ആ ഒരു സങ്കല്പവും ഗുരുവിൻ്റെ ദൗത്യവും തന്നെയായിരുന്നു. എന്നുവെച്ചാൽ വിശ്വത്തിൻ്റെ മിത്രമായ ഋഷിമാരെ പോലെ ജീവിക്കണമെന്നാണ് ഗുരു നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചത്. കാരണം അങ്ങനെയുള്ളവർക്ക് സന്താനങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഈ ഋഷി എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമി എന്ന് തന്നെയാണ് ഗുരു പറഞ്ഞ് പഠിപ്പിച്ചിരുന്നത്. എന്ന് വെച്ചാൽ ഉത്തമനായ ഒരു ഗൃഹസ്ഥാശ്രമി ഋഷിയാണെന്നുള്ളതാണ് ഗുരു നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു തന്നിരുന്നത്. അല്ലാതെ ഈ തോന്നിവാസങ്ങൾ കാണിച്ചു നടക്കുന്നവരെയൊന്നുമല്ല. ഈ കുറേ മേക്കപ്പൊക്കെ അണിഞ്ഞ് ഈ ഇല്ലാത്ത സൗന്ദര്യം ഉണ്ടാക്കി നടന്ന് അങ്ങനെയൊന്നുമല്ല. ഗുരു പറഞ്ഞതെന്ന് വെച്ചാൽ, അങ്ങനെ ഈ പറയുന്ന രീതിയിൽ വരുന്ന ആൾക്കാർക്ക് മാത്രമേ ഋഷിമാർക്ക് വെച്ചാൽ ഋഷിതുല്യമായ ഗൃഹസ്ഥാശ്രമിക്ക് മാത്രമേ സത്സന്താനങ്ങൾ ഉണ്ടാകുന്നുള്ളതാണ് ഗുരു നമ്മെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നത്. ആ സന്താനങ്ങൾക്ക് വേണ്ടിയാണ് ഗുരു ഈ 72 വർഷക്കാലം നമ്മുടെ ഈ ഭൂമിയിൽ നമ്മോടൊത്ത് വസിച്ച് നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് പറഞ്ഞ് പഠിപ്പിക്കും പോലെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിക്കുകയും ആ ഗുരുവാണികൾ റെക്കോർഡ് ചെയ്ത്. പക്ഷെ നാളെ ഒരു കാലത്ത് ഗുരുവിന് ദേഹവിയോഗം സംഭവിക്കുമ്പോൾ ഈ എന്തെല്ലാം കാര്യങ്ങളാണ് ഗുരു പറഞ്ഞത് അത് നേരിട്ട് ഗുരുവിൻ്റെ ആ ഭാഷയിലൂടെ അല്ലെങ്കിൽ ആ ഒരു ശൈലിയിലൂടെ നമ്മുടെ മനുഷ്യ മനസ്സുകളിൽ തറച്ച് അത് മനസ്സിലാക്കണമെന്ന് ധൈര്യത്തിൽ തന്നെയാണ് ഒരുപാട് ഗുരുവാണികൾ ഗുരു റെക്കോർഡ് ചെയ്ത് സൂക്ഷിപ്പിച്ചിരുന്നത്. പക്ഷെ ഇതൊന്നും ഗുരു പറഞ്ഞു പഠിപ്പിച്ചിട്ടും ഇത് കേട്ടവർക്ക് മനസ്സിലാകാതിരുന്നതും കൂടിയിട്ട് അങ്ങനെ ചെയ്യാത്തതായിരുന്നു ഏറ്റവും കൂടുതൽ ഗുരുവിന് ദുഃഖം. കൂടിയിട്ട് ഗുരു രാപകലില്ലാതെ ഈ പറയുന്ന കാര്യങ്ങൾ ഇത്രയും റെക്കോർഡ് ചെയ്തിട്ട് വെച്ചിട്ട് പോലും അത് നശിപ്പിക്കാനാണ് പലർക്കും വ്യഗ്രത.
അതേസമയത്ത് ഗുരു പറഞ്ഞ കാര്യം ജീവിതത്തിൽ പകർത്താൻ ഒരുപാട് ആൾക്കാർക്ക് സാധിച്ചിട്ടില്ല ഗുരുവോടൊത്ത് നിന്ന്. അത് അവരുടെ ശാപം തന്നെയാണത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗുരു ശരീരത്തോടെ ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാലം അടുത്തിരുന്ന 3 ജന്യമാർ. ദർശനങ്ങൾ ഒരുപാട് ആൾക്കാർ നോക്കി പറഞ്ഞിട്ടുണ്ട്. പ്രസന്നൻ, മഹേശൻ, അതുപോലെ തന്നെ അമലാജന്നി, സാത്വികജന്നി, അമൃതാജന്നി. ഈ 3 പേരാണ് ഏറ്റവും കൂടുതൽ പിന്നീട് ഗുരുവിനോടത്ത് ഈ പറയുന്ന ദർശനം നോക്കി പറഞ്ഞിട്ടിരുന്നത്. അതിൽ ഈ അമലാജന്നിക്കും ഈ സാത്വികജന്നി കഴിഞ്ഞിട്ട് അവരിൽ നിന്നൊക്കെ ഈ അധികാരം പിടിച്ചു വാങ്ങിയ ഈ അമൃതാജന്യ തന്നെ ചെയ്തത് എന്താണ്? ഗുരുവിൻ്റെ ആശയത്തെ ചവിട്ടി മെതിച്ച്, അതായത് പാലിൽ വെള്ളം ചേർക്കുന്ന പോലെയല്ല, പാലിൽ വിഷം കലക്കുന്ന പോലെ ഗുരുവിൻ്റെ ആശയത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണതയാണ്. എവിടെയോ കിടന്ന ഒരു ഹരികുമാർ എന്ന് പറയുന്ന അൽച്ചേർത്തുള്ള അനിയനെ വിളിച്ചുകൊണ്ട് വന്നു. കള്ളും കഞ്ചാവൊക്കെ അടിച്ചു നടന്ന അവനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇതിൻ്റെ ഒരു മഞ്ഞ ഉടിപ്പിച്ച് അവസ്ഥാപൂർത്തീകരണം എന്ന് പറഞ്ഞ് കാണിച്ച നാടകങ്ങളെന്ന് പറഞ്ഞാൽ ആ അസംബന്ധങ്ങൾ നമുക്ക് ഈ ലോകത്തോട് വിളിച്ചു പറയാൻ പോലും പറ്റില്ല. അത്രയ്ക്കും മ്ലേച്ഛമായ കാര്യങ്ങളാണ് അന്നവിടെ അവർ നാടകങ്ങൾ അരങ്ങേറിയിട്ട് ആ ഒരാളെ മഞ്ഞ പുതപ്പിച്ച് കൊണ്ടുവന്ന് ഗുരുവിൻ്റെ പരമ്പരയെ എന്തെല്ലാം വൃത്തികേടുകൾ കാണിക്കാൻ പറ്റുമോ ആ വൃത്തികേടുകൾ കാണിച്ച് പരമ്പരയുള്ള മനുഷ്യരോടും എല്ലാവരോടും, കുട്ടികളെ പോലും വെറുതെ വിടുന്നില്ല എന്നുള്ള രീതിയിലാണ് ആ നരാധമൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവർക്ക് വേണ്ടി ചെയ്യുന്നു. ഇവർക്ക് ഒറ്റ കാര്യമുണ്ട്, AC റൂമിലിരുന്ന് സൂയിക്കുക. അതിനുവേണ്ടി മാത്രം എന്താ പറയുക, ഗുരുവിൻ്റെ ആശയത്തെ ചവിട്ടി മെതിച്ച് ഈ അധികാരം കൈപ്പിടിയിലാക്കി ഇങ്ങനെ വെച്ചിട്ട് ഗുരുനിന്ദാപരമായ പ്രവർത്തനങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഗുരുവിന് ഏറ്റവും കൂടുതൽ വിഷമവും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗുരു കൊണ്ടുവന്ന ആ ഗുരുപൂജ ചെയ്ത് നിർത്തിയിരുന്ന വീടുകളിൽ സത്സന്താനം ഉള്ള കുട്ടികൾ ഉണ്ടാകാനാണെങ്കിൽ ഇന്ന് അമൃതാജന്യെ കാണിക്കണമെന്ന് പറഞ്ഞാൽ ഏത് മോശപ്പെട്ട എന്ന് വെച്ചാൽ നല്ല കുടുംബത്തിൽ നിന്ന് മോശപ്പെട്ട കുടുംബത്തിലുള്ള ആ കുട്ടികളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും. എന്നിട്ട് അവർ തമ്മിൽ ചേരാതെ വരും, പരസ്പരം അടിച്ചു പിരിയും. അതിലൂടെ അവർക്ക് ഗുണകരമാണ്. കാരണം വെച്ചാൽ 10 പവൻ പോലും കിട്ടാൻ അർഹതയില്ലാത്തവരെ കൊണ്ട്, നല്ല പെൺകുട്ടികളുടെ വീട്ടുകാരെ കൊണ്ട് ഈ പറയുന്ന ആൺകുട്ടിക്ക് 100 പവൻ കൊടുപ്പിക്കും. അതിലൂടെ അവനോട് പറയും, നിനക്ക് 10 പവൻ പോലും കിട്ടാൻ യോഗ്യതയില്ലായിരുന്നു, ഞങ്ങൾ 100 പവൻ നിനക്ക് മേടിച്ചു തന്നു, അപ്പോൾ നീ ഒരു കാര്യം 50 പവൻ ഇവിടെ സമർപ്പിക്കും. ഗുരുവിൻ്റെ സമർപ്പിക്കുന്നുള്ള വേചനയാണ് സമർപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം അത് വിവാഹം നടത്തുമ്പോഴും അവർക്ക് ലാഭം, വിവാഹം ഡൈവേഴ്സ് ആക്കുമ്പോഴും ലാഭം. ഇവർ തന്നെ ഈ കുടുംബം പിന്നെ ശിഥിലീകരിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ആൺകുട്ടിയോട് വേറെ രീതിയിൽ പറയും, പെൺകുട്ടിയോട് വേറെ രീതിയിൽ പറയും, കുടുംബത്തോട് വേറെ രീതിയിൽ പറയും. അങ്ങനെ പറഞ്ഞ് ആ കുടുംബം ശിഥിലമാകും. അങ്ങനെ 40-ൽ പരം ഒരു ഡൈവേഴ്സ് കേസുകൾ നടക്കുന്നുണ്ട് ശാന്തിരി പരമ്പരയിൽ ഈ പുതിയ തലമുറയിൽ. അപ്പോൾ അങ്ങനെ നടത്തുമ്പോൾ അതിൽ നിന്നും അവരെന്ത് ചെയ്യും, ഈ പെൺകുട്ടിയാണ് ഇവരുടെ ആളെങ്കിൽ ആൺകുട്ടിയുടെ ആ വസ്തുവിൽ കയറി അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കോടതിയിൽ അവരുടെ ആ പ്രോപ്പർട്ടി എന്ത് ചെയ്യും, കേസിൽ കുരുക്കും. കേസിൽ കുരുക്കിയിട്ട് ഇപ്പോൾ 2 കോടി രൂപ മുതലുള്ള കേസിൽ കുരുക്കി കഴിഞ്ഞാൽ അവൻ ആ വസ്തു കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവർ കോംപ്രമൈസ് വെച്ചിട്ട് പറയും അതിൽ നിന്നൊരു 50 ലക്ഷം താ, എന്നിട്ട് 25 ലക്ഷം ഇവരും മേടിക്കും, 25 ലക്ഷം ആ പെൺകുട്ടിക്ക് കിട്ടും. മനസ്സിലായേ? ഒരുപാട് എവിടെയും ബിസിനസ് വൽക്കരണമാണ് ഇന്ന് ഈ പറയുന്ന അമൃതാജന്യം ഗുരുസ്വാമി. എവിടെയും ഗുരുവിൻ്റെ ആശയത്തെ ചവിട്ടി മെതിച്ച് നശിപ്പിച്ച്, അതുകൂടാതെ പരമ്പരയെയും വിശ്വാസമൂഹത്തെയും മൊത്തം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഗുരുവിന് ശേഷം ഈ പരമ്പരയിൽ പിതൃശുദ്ധി ചെയ്യാൻ പറ്റിയ ഒരാളില്ല. സാധാരണ അതിൽ പറഞ്ഞിരിക്കുന്ന ഗുരു പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ആത്മപ്രകാശത്തെ ഉൾവഹിച്ചുകൊണ്ട് ചെയ്യാൻ ശിഷ്യന് കഴിയും. അങ്ങനെയുള്ള ശിഷ്യന്മാർ ഈ പരമ്പരയിൽ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു പരമ്പരയിൽ അങ്ങനെ ഒരു ശിഷ്യരില്ല. അതെല്ലാം നശിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇവർ. അതെല്ലാം വിശദമായ വീഡിയോയിൽ ഇനിയും പറയുന്നതാണ്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇതെല്ലാം വെറും രസീതിൽ എഴുതി വെക്കും, എന്നിട്ട് അതിനൊരു പണം പിടുങ്ങുന്ന ഒരു പരിപാടിയാണ്. ആശ്രമത്തിൽ ഇവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് അതിന് തട്ടസമർപ്പണം, അതിലൂടെ വരുന്ന പണം, അങ്ങനെ എല്ലാ പണവും ഇവർ സമാഹരിക്കുന്നതിനുള്ള ഉപാധിയാക്കി മാറ്റിയേക്കാണ്. ഈ ഗുരുപൂജ ആയാലും കൊള്ളാം, അന്നദാനമായാലും കൊള്ളാം. ഈ യൂസഫ് അലി സാറൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ ഇപ്പോൾ കൊണ്ട് കൊടുത്തെന്നുള്ളതാണ് അറിഞ്ഞത്. അന്നദാനത്തിൽ നിന്നും പേര് അന്നദാനത്തിൽ നിന്നും പറഞ്ഞു. പക്ഷെ അവർക്കൊന്നും ഇവരുടെ കള്ളത്തരം അറിയില്ല. അതിനൊക്കെ ഒരു മഹാപ്രക്ഷോഭം തന്നെ ഉണ്ടാക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യത്തിൽ യഥാർത്ഥത്തിൽ ചുരുക്കി പറഞ്ഞാൽ എന്താണ് സത്യത്തിലാണ് പറ്റിയ തെറ്റ്, അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ തെറ്റ് തിരുത്താനായിട്ട് ഗുരു നമ്മളെ പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ നല്ല സന്താനങ്ങൾക്ക് ജന്മം നൽകുക, ആ സന്താനങ്ങളെ നന്മയിലേക്ക് വളർത്തുക. അങ്ങനെ വളർത്തുന്ന വഴി ലോകത്ത് നന്മയുള്ള ആളുകൾ വരുമ്പോൾ അതിലൂടെ ഈ സത്യത്തിലാണ് പറ്റിയ തെറ്റ് തിരുത്തും. അതിനാണ് ഗുരു പറഞ്ഞിരുന്നത്, നമ്മുടെ ഗുരുവിൻ്റെ ആശയം 10 ലക്ഷം പേരിലേക്ക് സംസ്കരിച്ചെടുത്താൽ, അതായത് അവരിലേക്ക് പകർന്ന് അവരത് പാലിച്ചു കഴിഞ്ഞാൽ ആ 10 ലക്ഷം പേരിൽ ഓരോ ലക്ഷം പേരും 20 ലക്ഷം പേരെ സംസ്കരിച്ച് അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ അവരിലൂടെ ഇത് ലോകം വ്യാപിക്കും. അപ്പോൾ അങ്ങനെ ആ ലോകം വ്യാപിക്കുമ്പോൾ
ഈ പറയുന്ന പുതിയ തലമുറ ഉണ്ടാകും. ആ തലമുറ ഉണ്ടാകുന്നതിനെ കുറിച്ച് ഗുരു ഈ ചാനലിലുള്ള 52ാമത്തെ ഗുരുവാണിയിൽ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. അത് കേട്ടാൽ മതി. അതിൽ കൃത്യമായിട്ട് ഗുരു പറയുന്നുണ്ട്. അല്ലാതെ മറ്റൊന്നുമല്ല ഇത് ചെയ്യേണ്ടത്. ഈ പറയുന്ന ഗുരുവാണിയിൽ ശ്രമിച്ച കാര്യങ്ങൾ ചെയ്താൽ മതിയാവും. അതിനാണ് ഗുരു പറഞ്ഞത് 1000 പേരുടെ വേല നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞത്. അല്ലാതെ ആരെങ്കിലും പറയുന്ന എന്തെങ്കിലുമൊക്കെ വിടുപണിയായ ജോലികളോ കർമ്മങ്ങളോ ചെയ്തു കഴിഞ്ഞാൽ സത്യത്തിനെ പറ്റി തെറ്റിരുത്താൻ പറ്റില്ല. അത് ഗുരു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. അതുപോലെ നമുക്ക് ജീവിക്കാനായ ആവശ്യമായ ധനം, നമുക്ക് ഈ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ധനം നേരായ മാർഗത്തിലൂടെ വേണം സമ്പാദിക്കാനെന്ന് ഗുരു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അല്ലാതെ തെറ്റായ മാർഗത്തിലൂടെ നമ്മൾ ധനം സമ്പാദിക്കരുത്. ആ ധനം നിലനിൽക്കില്ല. അങ്ങനെയുള്ള ധനത്തിലൂടെയല്ല നമ്മൾ സമ്പാദിക്കേണ്ടത്. ധനം ആവശ്യമാണ് മനുഷ്യന്, പക്ഷേ അത് സമ്പാദിക്കേണ്ടത് വളഞ്ഞ വഴിയിലൂടെ തെറ്റായ മാർഗത്തിലൂടെ അല്ല എന്ന് ഗുരു എടുത്ത് പറയുന്നുണ്ട്. ആ ഗുരുവാണി കൂടി നമുക്ക് കേൾക്കാം. കുറച്ച് ഉപരിവിദ്യാഭ്യാസം, അതിൻ്റെ പേരിൽ കള്ളപ്പണം വരുത്തുക, അതിനു വേണ്ടി വെമ്പൽ കൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള പണം ഉണ്ടാക്കുക, അതിൽ നിന്നുള്ള ജീവിതം. ഈ ജീവിതം കൊണ്ട് ഒരു നൊന്ത സംസ്കരിച്ച ജീവിതം പഠിക്കാനൊക്കില്ല. ഇപ്പം പൈസ കൊടുത്ത് ഇത് വാങ്ങുക, വിദ്യ വാങ്ങുക, പൈസ കൊടുത്ത് ഉദ്യോഗം വാങ്ങുക, അത് എന്നിട്ട് അവർ തന്നെ തിരിച്ചു വാങ്ങുക. ഈ രൂപത്തെ ഇരിക്കുന്ന ഒരു ഇതിൻ്റെ പരമ്പരയാണ്. ഇവരിൽ നിന്ന് യാതൊന്നും ഇങ്ങനെയുള്ള ജീവികൾക്ക് കിട്ടാനില്ല. പിന്നെ അവരെ ഈ നിലയിൽ നിന്ന് തിരുത്തിയെടുക്കലായിരിക്കണം നിങ്ങളുടെ ഉദ്ദേശം. ആരുടെ? ഇതിനെ അംഗീകരിക്കാൻ, അല്ലെങ്കിൽ അംഗീകരിച്ച് പ്രവർത്തിക്കുന്നവരുടെ ആഗ്രഹം ഇതിനെ തിരുത്തിയെടുക്കുക. പിന്നെ അങ്ങനെയുള്ള വീട്ടുകാരിൽ നിന്ന് ഇങ്ങനെയുള്ള കൊള്ളത്തരത്തിൻ്റെ ഒരു ഉദ്യോഗമോ അങ്ങനെയുള്ള കർത്തവ്യബോധമോ നമ്മൾ എടുക്കാൻ തയ്യാറാകരുത്. നമുക്ക് സാധാരണ ഒരു ജോലി കിട്ടുന്നത് മതി. ആ സാധാരണ കൊണ്ട് നമ്മൾ വളരും. അതിന് നമ്മൾ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് പണം വേണം, നമുക്ക് തൊഴിൽ വേണം, അതിന് നമുക്ക് നല്ല കർമ്മം ഉണ്ടായിരിക്കണം. അപ്പം ഇങ്ങനെയുള്ള തൊഴിൽ എന്താണെന്ന് വ്യക്തമാക്കി നമ്മളൊരു കൂട്ടായ ഒറ്റപ്പെട്ടോ ആ തൊഴിലിൽ നിന്ന് പണം ഉണ്ടാകും. പണം ഉണ്ടായാൽ ഇതെല്ലാം തീർച്ചയായും തനിയെ വരും. പണത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. വിദ്യയും വരും, അതിൻ്റെ പിന്നിൽ ധനവും വരും. അപ്പം ഇത് വേണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടെടുക്കണം. അല്ലാതെ ഈ കള്ളക്കച്ചവടത്തിൽ പണം ഉണ്ടാകുന്നവരുടെ സ്വഭാവത്തിൽ രാജ്യത്തെ പിന്നെ ഒരിയാതി എങ്ങനെയെങ്കിലും വെട്ടിമുറിക്കാനും അല്ലെങ്കിൽ വെട്ടിമുറിച്ച് പണം ഉണ്ടാക്കാനും നോക്കുന്ന ഒരു വികൃതിയായിട്ടങ്ങ് മാറും. ഇങ്ങനെ കുറേ പേരുണ്ടായാൽ ആ നാശത്തിന് ഇടം വരില്ല. ഒരു 8-10 ലക്ഷം ജനങ്ങൾ ഇങ്ങനെ സംസ്കരിക്കുകയാണെങ്കിൽ ഇവരുടെ പിന്നെ ആ സംസ്കരണം കൊണ്ട് തന്നെ ഈ നാടിനെ അല്ലെങ്കിൽ ഈ ഭാരതീയ സ്വഭാവത്തെ തികച്ചും അവർക്ക് നിർത്താൻ കഴിയും. 10 ലക്ഷം പേര് വന്നു, 10 ലക്ഷം പേർക്ക് അങ്ങനെ ഓരോ ലക്ഷം ആളുകൾക്കും ഓരോ 20 ലക്ഷം വെച്ച് പിടിക്കാം. അങ്ങനെയാണ് അതിൻ്റെ പരിചയം. ഇവരുടെ ജീവിതം അത്ര മിടുക്കുള്ള ധന്യമായ ഒരു ജീവിതം. കേട്ടില്ലേ പിന്നെ പറഞ്ഞത്? എന്നുവെച്ചാൽ സംശുദ്ധമായ കർമ്മത്തിലൂടെ ഉണ്ടാകുന്ന പണമാണ് നമുക്ക് ആവശ്യം. അല്ലാതെ വളഞ്ഞ വഴിയിൽ കള്ളപ്പണം ഉണ്ടാക്കുകയല്ല. പക്ഷെ ഇന്ന് ചെയ്തിരിക്കുന്നത് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അടുത്തത് ശ്രീകുട്ടി പറയുന്ന അടുത്തൊരു വാക്ക് നമുക്ക് കേൾക്കാം. എന്നിട്ട് അതിനെക്കുറിച്ച് പറയാം. ആദ്യകാലങ്ങളിൽ ഇപ്പോൾ നമ്മളൊരു ക്യൂരിയോസിറ്റിക്ക് നമ്മൾ ഭയങ്കര നമ്മൾ ഈ യോഗ അഭ്യാസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പോലെ ചമ്രം പഠിച്ച് നമ്മൾ കൈയൊക്കെ ഇങ്ങനെ വെച്ച് നമ്മളൊരു മുദ്രയിലൊക്കെ ഇരിക്കുന്ന നമുക്ക് ചെറുപ്പത്തിലൊക്കെ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന നമ്മൾ ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ നമ്മളും അതുപോലെയൊക്കെ അങ്ങോട്ട് ഇരുന്ന് ഒരു മെഡിറ്റേഷൻ പോലെയൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു മന്ത്രം വേണം. അപ്പം നമ്മൾ വിചാരിച്ചത് നമ്മുടെ അമ്മ പഠിപ്പിച്ചത് നമ്മുടെ ഗുരുമാർഗത്തിൽ നമ്മുടെ അഖണ്ഡ നാമ മന്ത്രമുണ്ട്. അപ്പോൾ ഒരു മന്ത്രമൊക്കെ എടുത്ത് കണ്ണടച്ച് നമ്മളിങ്ങനെ ജപിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് ഓരോ അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി എന്നുള്ളതാണ്. അത് ഈ പറയുന്നതൊക്കെ ഹാലൂസിനേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. ഇപ്പോൾ
നമുക്കിങ്ങനെ ബോഡി ഫെദർ പോലെ ആയി ലെവിറ്റേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു അനുഭവം, കണ്ണു തുറന്നു അപ്പൊ പെട്ടെന്ന് നമ്മൾ കണ്ണു തുറന്നു, പിന്നീട് നോക്കുമ്പോൾ ഈ അണിമ ഗരിമ എന്നൊക്കെ പറയുന്ന പോലത്തെ ഇങ്ങനെ സൂക്ഷ്മമാകുന്നു, വിശാലമാകുന്നു, ഇങ്ങനെയൊക്കെ ഉള്ള കോൺഷ്യസ്നെസ്, ഡിഫറെന്റ് ആയിട്ടുള്ള അനുഭവങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായി ഈ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ശ്രീകുട്ടി പറഞ്ഞു കേട്ടില്ലേ? എന്നുവെച്ചാൽ ഈ ശ്രീകുട്ടി മിക്സ് ചെയ്താണ് സംസാരിക്കുന്നത്. വെച്ചാൽ മലയാളം ഇംഗ്ലീഷും, ഭയങ്കര പണ്ഡിതനാണ്, ഇംഗ്ലീഷ് പരിജ്ഞാനിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ബോധത്തിൽ നിന്ന് ഒരുപാട് ഇംഗ്ലീഷുകളും ഒരുപാട് മലയാള അതെല്ലാം കൂട്ടിച്ചേർത്ത് സംസാരിക്കുമ്പോൾ കുറേ ആൾക്കാർക്ക് മനസ്സിലാകാത്തവർ വിചാരിക്കും ഒരുപാട് അറിവുള്ള ആളാണെന്ന് വിചാരിക്കും. അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം വെച്ചാൽ ഒരുപാട് ഇംഗ്ലീഷും മലയാളവും കൂടി കൂട്ടിക്കലർത്തിച്ച് സംസാരിക്കുമ്പോൾ ഈ മലയാളം പോലും പൂർണ്ണമായിട്ടും അതിൻ്റെ അർത്ഥം അറിയാൻ മേലാത്ത ആൾക്കാർ വിചാരിക്കും എന്തോ ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞൊരു കക്ഷിയാണ് ഇദ്ദേഹം. വളരെ ലളിതമായിട്ട് ഗുരു പറഞ്ഞ് ഓരോ മനുഷ്യർക്കും പറഞ്ഞു കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെ ഭയങ്കര ടഫായിട്ട് മാറ്റുക, അതിനെ എന്നിട്ട് വേറെ രീതിയിലേക്ക് വളച്ചൊടിക്കുക. ഈ അണിമ ഗിരിമ എന്നൊക്കെ പറഞ്ഞാൽ അഷ്ടസിദ്ധികളിൽപ്പെട്ടാണ്. എന്നുവെച്ചാൽ സൂക്ഷ്മമാകുന്നു, വിശാലമാകുന്നു. അത് ശ്രീകുട്ടി തന്നെ വിശദീകരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് പറയുന്നില്ല. യോഗമാർഗം പിന്തുടർന്ന ഒരു സാധകനെ സിദ്ധിക്കുന്ന 8 സിദ്ധികളാണ് അഷ്ടസിദ്ധികൾ. അതിലാദ്യത്തെ എന്ന് പറയുന്നാൽ അണിമ, അത് കഴിഞ്ഞ് ഗരിമ, അത് കഴിഞ്ഞ് ലഹിമ, അത് കഴിഞ്ഞ് മഹിമ, അത് കഴിഞ്ഞ് പ്രാപ്തി, അത് കഴിഞ്ഞ് പ്രാകാമ്യം, അത് കഴിഞ്ഞ് വശ്യത്വം, പിന്നെ ഈശ്വത്വം എന്നിവയാണ് അഷ്ടസിദ്ധികൾ. ആഗ്രഹിക്കുന്ന പോലെ ശരീരത്തെ ചെറുതാക്കാനുള്ള കഴിവാണ് അണിമ എന്ന് പറയുന്നത്. അതായത് അത് സിദ്ധിക്കുന്ന ഒരു സാധകന് അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ഒരു ആറ്റത്തിൻ്റെ അത്രയും ചെറുതാക്കി എവിടെ വേണമെങ്കിലും പ്രവേശിക്കാൻ കഴിയും. ആ ഒരു സിദ്ധിക്കാണ് അണിമ എന്ന് പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ, സാധകൻ ആഗ്രഹിക്കുന്ന പോലെ ശരീരത്തിനെ വലുതാക്കാനുള്ള, എത്ര വേണമെങ്കിലും വലുതാക്കാനുള്ള കഴിവാണ് മഹിമ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തെ അനുഷ്ഠിക്കുന്ന സാധകന് ശരീരത്തെ തൂവൽ പോലെ ഏറ്റവും ഭാരമില്ലാതാക്കുന്ന കഴിവാണ് ലഹിമ എന്ന് പറയുന്നത്. അതേപോലെ ശരീരത്തിൻ്റെ ഭാരം കൂട്ടാനുള്ള കഴിവിനെയാണ് ഗരിമ എന്ന് പറയുന്നത്. ഒരു സാധകന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഭാരം എത്ര വേണമെങ്കിലും കൂട്ടാനുള്ള കഴിവിന്, ആ ഒരു സിദ്ധിയെയാണ് ഗരിമ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും അകലെയുള്ള വസ്തുക്കളെ എത്തിച്ചേരാനും സ്പർശിക്കുവാനുള്ള കഴിവിനെയാണ് പ്രാപ്തി എന്ന് പറയുന്നത്. അത് സിദ്ധിച്ചൊരു സാധകന് സൂര്യനെയും ചന്ദ്രനെയും വരാൻ തൊടാമെന്നാണ് ആ സിദ്ധിയിൽ പറയുന്നത്. അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന എന്തും നേടിയെടുക്കാനുള്ള കഴിവിനാണ് പ്രാഗമ്യം എന്ന് പറയുന്നത്. എല്ലാവരെയും വശീകരിച്ച് നിർത്താനുള്ള കഴിവിനാണ് വശ്യത്വം എന്ന് പറയുന്നത്. അഷ്ടസിദ്ധികളുടെ ദിവ്യശക്തിയെയാണ് ഈശ്വത്വം എന്ന് പറയുന്നത്. ഗുരു ഒരിക്കലും ഒരു സിദ്ധിയും കാണിച്ചിട്ടില്ല. കാരണം ബ്രഹ്മത്തിൽ നിന്നുള്ള കർശന നിർദ്ദേശമായിരുന്നു ഗുരുവിന് സിദ്ധി കാണിക്കരുതെന്നുള്ളത്. ഈ അണിമ ഗിരിമ എന്നുള്ള സിദ്ധികൾ ശ്രീകുട്ടി ഇത്രയും വർണ്ണിച്ചു പറയുന്ന സ്ഥിതിക്ക് ഈ അണിമ എന്നുള്ള ആ ഒരു കാര്യം ശ്രീകുട്ടിക്ക് പ്രാപ്തമാണെങ്കിൽ താങ്കൾ ഒരു ദിവസം നിങ്ങൾ ശിഷ്യപോയെന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക അമൃതാചന്യ എന്ന് പറയുന്നവരുടെ ആ റൂമിൽ കയറി ഇരുന്നാൽ അറിയാം. അവരുടെ ആ റൂമിൽ 24 മണിക്കൂർ ഒന്ന് കയറി ഇരുന്ന് നോക്കൂ. ആ ഒരു ഇത് ഉപയോഗിച്ചിട്ടുണ്ട്, ആ ഒരു സിദ്ധി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അറിയാൻ പറ്റും അവരുടെ ആ ഒരു തനിനിറം. കാരണം ഞാനത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ ഓഫീസിൽ മൊഴി കൊടുത്തപ്പോൾ, എൻ്റെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാനവിടെ സ്വയം വാദിച്ചപ്പോൾ ഞാനത് കൃത്യമായിട്ട് മൊഴി കൊടുത്തിട്ടുള്ളതാണ്. അതിന് അനുകൂല വിധിയും എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. അവിടെ ഞാൻ എന്താണോ കണ്ടത്, ഈ അമൃതാചന്യയുടെ റൂമിൽ കണ്ട കാര്യങ്ങൾ അവിടെ എൻ്റെ മൊഴി സത്യവാങ്മൂലം മൂലമുള്ള എൻ്റെ മൊഴി കൊടുത്തപ്പോൾ അതിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്താണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ അമൃതാചന്യയുടെ കൂടുതൽ വർണ്ണനയൊന്നും എന്നോട് പറയണ്ട. ഇതിനേക്കാൾ കൂടുതൽ നമ്മൾ വിശ്വസിച്ചൊക്കെ നിന്നതാണ് അവരാ. പക്ഷേ ഇവരുടെ യഥാർത്ഥ തനിനിറം മനസ്സിലാക്കിയപ്പോൾ അത് ഗുരുവിൻ്റെ രീതിയിലല്ല, ഗുരുവിരുദ്ധതയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് പറയാനുള്ള ആർജവും അതിൻ്റെ പേരിൽ എന്തും ഫേസ് ചെയ്യാനുള്ള ഒരു മനസ്സും ഉണ്ടായെന്ന് വെച്ചാൽ ഗുരുകാരുണ്യമാണ്. മനസ്സിലായോ? നിങ്ങളുടെ അത്ര ഒരു ഇത് അറിവോ പാണ്ഡിത്യമോ ഒന്നും എനിക്ക് ആവശ്യമില്ലായിരുന്നു ഇത് മനസ്സിലാക്കാനായിട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനൊരു സിദ്ധി, അണിമ എന്ന് പറയുന്നൊരു സിദ്ധി, അഷ്ടസിദ്ധികളുടെ പ്രധാനപ്പെട്ട ഈ ഒരു സിദ്ധി പിന്നെ ശ്രീകുട്ടിക്ക് വശമുണ്ടെങ്കിൽ താങ്കൾക്ക് ആ ഒരു വിദ്യ ഉപയോഗിച്ചുകൊണ്ട്, ആ ഒരു സിദ്ധി ഉപയോഗിച്ചുകൊണ്ട് താങ്കൾ 24 മണിക്കൂർ കയറിയിരുന്ന് നോക്കൂ. അപ്പോൾ താങ്കൾക്ക് മനസ്സിലാവും അവരുടെ തനിനിറം എന്താണെന്നും അവിടെ സംഭവിക്കുന്നത് എന്താണെന്നും. മനസ്സിലായി? ഇനി പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഒളിക്യാമറക്കാരൻ്റെ ആ ഒരു ഇതിനെക്കുറിച്ചാണ്. ശ്രീകുട്ടി പറയുന്നത് കേട്ടാൽ തോന്നും ഇവർ മറ്റു പലരും ബെഡ്റൂമിലും അവരുടെ ബാത്റൂമിലൊക്കെയാണ് ഒളിക്യാമറ വെച്ചത്. ഞാൻ 18/6/2016 ഇവിടെ സെക്യൂരിറ്റി മാനേജറായിട്ട് ഇരിക്കുമ്പോൾ തന്നെ, ശാന്തിഗിരി ആശ്രമത്തിൻ്റെ സെക്യൂരിറ്റി മാനേജറായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ സഞ്ചരിക്കാത്ത എല്ലാ സ്ഥലങ്ങളിലും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. മനസ്സിലായി? നിങ്ങൾ പോലും കണ്ടെത്തിയിട്ടില്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട്. അത് തന്നെയല്ല, അവിടെ പരാതി കൊടുത്തപ്പോൾ അവിടെ നിന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് അറിഞ്ഞതും കണ്ടതും കേട്ടതുമായ എല്ലാ കാര്യങ്ങളും ഒരു നിരീക്ഷണ ബുദ്ധിയോടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ
ബഹുമാനപ്പെട്ട കേരള DGPക്ക് 18/6/2016 അന്ന് ഞാൻ സെക്യൂരിറ്റി മാനേജറാണെന്ന് ഓർക്കണം. അന്ന് ഞാൻ കൊണ്ടേ കൊടുത്തൊരു പരാതി കൊടുത്തു, 24 പേജുള്ള. ആ പരാതിയിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് മയക്കുമരുന്ന് ഉപയോഗം, സ്ത്രീകളെയും കുട്ടികളെയും ദുരുപയോഗം ചെയ്യുന്നത് ലൈംഗികപരമായിട്ട്, അങ്ങനെ പല കാര്യങ്ങൾ. മനസ്സിലായില്ലേ? നമ്മുടെ ദയാജന്യം എന്ന് പറയുന്നവരുടെ ആ വിഷയങ്ങളടക്കം ഞാൻ ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് അവർ പോയെന്നുള്ളത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ എൻ്റെ അനിയൻ്റെ ജീവനെ അപഹരിച്ചതുപോലെ എൻ്റെ ജീവൻ അപഹരിക്കുമെന്ന് ഉറപ്പുള്ളപ്പോൾ എൻ്റെ ജീവനെ ചെക്ക് വെച്ച് തന്നെയാണ് ഞാനത് സഞ്ചരിച്ചത്. ഞാൻ സഞ്ചരിക്കുന്നതും എൻ്റെ വാഹനവും ഞാൻ നിൽക്കുന്നിടവും എല്ലാം ക്യാമറ കണ്ണുകളിലായിരുന്നു. അത് അന്നും ഇന്നും അതുപോലെ തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ ഒളിക്യാമറക്കാരെന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ സത്യവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കണോണ്ട് ഒന്ന് സൂചിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്ത് വേണമെങ്കിലും വിചാരിച്ചോ, നിങ്ങളുടെ സ്വഭാവമല്ല മറ്റുള്ളവരുടെ സ്വഭാവം. അന്യൻ്റെ ബെഡ്റൂമിൽ നിന്ന് ഒഴിഞ്ഞു കയറി അന്യൻ്റെ ഭാര്യ അപഹരിക്കുന്ന രീതിയിലേക്ക് പലരും ചെയ്യുന്നുണ്ട്, ഈ അമൃതാജിനിയുടെ ഒത്താശയോടെ, ഇല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഇതിൻ്റെ വഴിയെ പറയാം. അപ്പോൾ ഈ ഒളിക്യാമറ എന്ന് പറയുമ്പോൾ എൻ്റെ ജീവനും സ്വത്തിന് അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുക സുരക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഒരു വലയമാണ്. അത് ഞാൻ ഇനിയും ചെയ്യും. ആ വലയത്തിൽ വന്ന് ആരൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാം ഡോക്യുമെൻ്റ് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ പുറത്തുവിട്ടതിനേക്കാൾ കൂടുതൽ എൻ്റെ കയ്യിലുണ്ട്, നിയമ സംവിധാനത്തിൽ ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. അത് ഇനിയും കൊടുക്കുന്നതായിരിക്കും, ഇനിയും അത് പുറത്തുവിടുന്നതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇവരുടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ലോകത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും. ഗുരു നന്മയ്ക്ക് കൊണ്ടുവന്നൊരു പ്രസ്ഥാനത്തെ വളച്ചൊടിച്ച് സ്വന്തം താല്പര്യത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നവരെ ഈ ലോകത്തിന് മുന്നിൽ ഇന്നല്ലെങ്കിൽ നാളെ തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ യാതൊരു തർക്കവും ഇല്ല. പിന്നെ അടുത്തത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ബോസാറിൻ്റെ ആ കുടുംബം. ഈ ബോസാർ എന്ന് പറയുന്നത് അദ്ദേഹം സർക്കിൾ ഇൻസ്പെക്ടറായിരിക്കെ അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കും തന്നെ ഗുരുവിൻ്റെ ആശയം ഉൾക്കൊണ്ടുവന്ന് വരികയും അദ്ദേഹത്തിൻ്റെ ഫാമിലി മൊത്തം വരികയും അങ്ങനെ നിൽക്കുകയാണ്. ദേഹവിയോഗം സംഭവിക്കുമ്പോൾ ഈ അമൃതാജിനി ഇവിടെ നിന്ന് അധികാര വടംവലിയിൽ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അധികാര വടംവലിയിൽ ഇവിടെ നിന്ന് ഒളിച്ചോടിയത്. കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് വണ്ടിക്ക് ഒളിച്ചോടി ചന്ദ്രൂർ ഗുരുവിൻ്റെ ജന്മഗതി വരികയും അത് ഗുരുവിൻ്റെ കുടുംബാംഗങ്ങളെയും കുറച്ച് നാട്ടുകാരെയും കുറച്ച് വിശ്വാസികളെയും വിളിച്ച് പറയണേ, എന്നെ അവരവിടെ ഭരിക്കാൻ സമ്മതിക്കുന്നില്ല, ഗുരുവിൻ്റെ ഇച്ഛ നടപ്പാക്കാൻ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങളെല്ലാം എന്നോട് സഹകരിക്കണം, എന്നെ സഹായിക്കണമെന്ന് പറയും. ഞാൻ ഉൾപ്പെടെ നിൽക്കുകയാണ്. ഇതൊന്നും ശ്രീകുട്ടിക്കോ ശ്രീമതി ചേച്ചിക്കോ അറിയാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇപ്പം ശ്രീമതി ചേച്ചി പറയുന്നത് ശ്രീകുട്ടിയിൽ നിന്നാണ് ഞാൻ ആത്മീയത പഠിച്ചതെന്ന് പറയുന്നത്. പക്ഷേ ഈ ശ്രീകുട്ടി ഇവിടെ ജനിക്കുമ്പോൾ ഗുരുവിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ശ്രീമതി ചേച്ചി ഗുരുവിൻ്റെ അടുത്ത് വന്ന് ഗുരു പറഞ്ഞ് ഓരോ കാര്യം പഠിപ്പിക്കുമ്പോൾ ശ്രീകുട്ടി ജനിച്ചിട്ടുണ്ടെന്ന് പോലും അറിയാൻ പാടില്ല. മനസ്സിലായില്ലേ? അപ്പം അവരുടെ ഗുരുവിനെ കിട്ടിയിട്ടും ഗുരുവിനെ കണ്ടിട്ടും ഗുരു ഒരുപാട് അധികാര സ്ഥാനത്ത് നിർത്തിയിട്ടും അവർക്ക് ഗുരുവിനെ തിരിച്ചറിയാനോ ആത്മീയത പഠിക്കാനോ പറ്റിയില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ആ ഒരു ദുര്യോഗം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഗുരുവാണികളെ കേട്ടിട്ട് അവർക്ക് മനസ്സിലാക്കാത്തതിൻ്റെ കാര്യം ഗുരു നേരിട്ട് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായില്ലെന്ന് പറയുമ്പോൾ എന്ത് പറയാനോ? ഒന്നും പറയാനില്ല. അപ്പോൾ ഞാൻ ഈ ബോസാറിൻ്റെ കുടുംബത്തിലെന്ന് പറഞ്ഞാൽ ബോസാറിനെയും ആ കാലഘട്ടത്തിൽ ബോസാറിനെ പറഞ്ഞതെന്ന് വെച്ചാൽ അണ്ണനെയാണ് ഗുരു എന്നെ നിർദ്ദേശിച്ചിരിക്കുന്നത് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി. അങ്ങനെയാണ് ബോസാറ് ഈ ജന്നിയെ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എല്ലാവരെ കൊണ്ടും അതൊന്നും അംഗീകരിപ്പിക്കാൻ വേണ്ടി ഗുരു പറയുന്നതാണെന്ന് അദ്ദേഹത്തെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു ദർശനത്തിലൂടെ, കപട ദർശനത്തിലൂടെ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്ത് ഈ അമൃതാജിൻ്റെ കൂടെ നിന്നു. അങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഇവരുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചപ്പോഴാണ് ഇവരുടെ കള്ളത്തരം മൊത്തം മനസ്സിലായത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്ത് അദ്ദേഹം പറഞ്ഞ് ഇവിടെ നിൽക്കുന്ന മഞ്ഞകളെ എല്ലാം ഞാൻ ജയിലിൽ കയറ്റും എന്ന് പറഞ്ഞ് 2003 അതിനു മുമ്പേ അദ്ദേഹം ഈ അഡ്വൈസറി മീറ്റിങ്ങുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ വിപ്ലവകരമായി കസേരയൊക്കെ വലിച്ചെറിഞ്ഞ് അദ്ദേഹം എന്താ പറയുക ഒരുപാട് എതിർക്കാൻ നോക്കി ഈ ഗുരുവിരുദ്ധ പ്രവർത്തനങ്ങളെ. പക്ഷേ ഇവരതിന് വഴങ്ങാതെ വരികയും പിന്നീട് അദ്ദേഹം ദുരൂഹ സാഹചര്യത്തിൽ 2003 മെയ് 6 മരണപ്പെടുകയാണ് ചെയ്തത്. അതിനൊക്കെ ഒത്തിരി ദുരൂഹതകളുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലുള്ള വിരോധം തീർക്കാൻ വേണ്ടി അദ്ദേഹം ആ എതിർത്തതിൻ്റെ ആ ഒരു വിരോധം തീർക്കാൻ വേണ്ടി പിന്നീട് ചെയ്തതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അത് ഞാൻ 2012 ശാന്തിഗിരി മുദ്രണാലയത്തിൽ അവിടുത്തെ മാനേജറായിട്ട് വന്നപ്പോൾ അവിടെ ഒരുപാട് പൈസകൾ കിട്ടാക്കടമായിട്ട് കിടക്കുന്നു. അപ്പോൾ ആ കിട്ടാക്കടം പിരിക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു ഉത്തരവാദിത്തം എനിക്കാണ് ഏൽപ്പിച്ചത് അവിടുത്തെ മാനേജർ എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ കിട്ടാക്കടത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ കലാകൗമുദി എന്ന് പറയുന്ന ആ ഒരു പത്രത്തിൻ്റെ സ്ഥാപനം അവർ ഒരുപാട് വർക്കുകൾ ശാന്തിഗിരി തന്നിട്ടുണ്ട്. അപ്പോൾ ആ വർക്കുകൾ ചെയ്തതിന് പ്രകാരം
ഒരു 30,000 രൂപയോളം ആശ്രമത്തിലേക്ക് അല്ലെങ്കിൽ പ്രസ്സിലേക്ക് ആശ്രമത്തിൻ്റെ മുദ്രണാലയത്തിലേക്ക് അവർ കൊടുക്കാനുണ്ടായി. അപ്പോൾ അത് അവർ കൊടുക്കാതെ വന്നപ്പോഴെന്ന് പറഞ്ഞാൽ ആ ദൗത്യം ഞാൻ ഏറ്റെടുക്കുകയും എന്നെ ആ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ അവരുടെ ഓഫീസിൽ പോയിരുന്നു. അവിടെ പോയി ആദ്യത്തെ ദിവസം ഇരുന്ന് അവർ ഫിനാൻസ് മാനേജറെ കാണാൻ പറ്റിയില്ല, രണ്ടാമത്തെ ദിവസം ഇരുന്ന് ഫിനാൻസ് മാനേജറെ കാണാൻ പറ്റില്ല, മൂന്നാമത്തെ ദിവസം ഇരുന്നപ്പോൾ ഇത് ഞാൻ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ GM ആയ ശ്രീകുമാറിൻ്റെ റൂമിലാണ്. അപ്പോൾ ശ്രീകുമാറിനായിട്ട് ഒരുപാട് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകുമാർ പറയുന്നത് ഞാൻ ഈ പറയുന്ന ഈ ബോസ് സാറിൻ്റെ പിന്നെ മകനായ തരുൺ ചേട്ടൻ്റെ അനിയനാണെന്ന് പറയുന്നത്. നമ്മളൊരുപാട് ജ്യേഷ്ഠതുല്യനായിട്ട് കണ്ടിരുന്നതാണ്. കാരണം എൻ്റെ ജ്യേഷ്ഠനായ ജ്യോതിചന്ദ്ര സ്വാമി എന്നിപ്പോൾ അറിയപ്പെടുന്ന ചന്ദ്രബോസിൻ്റെ ഫ്രണ്ടായിരുന്നു അദ്ദേഹം, ഉത്തമ സുഹൃത്തായിരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു പരിചയം അദ്ദേഹത്തിനോടുണ്ട്. അദ്ദേഹം എൻ്റെ ഒരു ജ്യേഷ്ഠതുല്യനാണ്. ഈ ചന്ദ്രബോസ് എന്ന് പറഞ്ഞാൽ എന്നൊരു ഒത്തിരി പ്രായമുള്ളതാണ്. കാരണം 10 വയസ്സിന് മേലാണ്. എൻ്റെ അമ്മേനെ വിവാഹം കഴിച്ച് വരുമ്പോൾ ചന്ദ്രബോസിന് 10 വയസ്സുണ്ട്. അപ്പോൾ എന്നേലും ഒരു 11 വയസ്സിന് മൂത്താണ് അദ്ദേഹം. അതിനൊരു ഇപ്പോൾ ഒരു 63-64 വയസ്സുണ്ട് അദ്ദേഹത്തിന്. എനിക്കിപ്പോൾ 52 വയസ്സാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റേഞ്ചിലുള്ളതാണ് ഈ പറയുന്ന തരുൺ ചേട്ടനാണ്. അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടെന്ന് അറിയില്ല, ചിലപ്പോൾ ഇച്ചിരി കൂടുതലോ കുറവുണ്ടായിരിക്കാം. പ്രായത്തിനല്ല ഇത് ഞാൻ പറയുന്നത്, എൻ്റെ ആ ഒരു പ്രായമല്ല, എന്നതിലും മൂത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് പറയും. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞു വെച്ചാൽ ശ്രീകുമാർ എന്നോട് പറയുന്നത്, അവിടുത്തെ കലാമതിലെ ഈ GM ആയ ശ്രീകുമാർ എന്നോട് പറയുന്നത് തരുൺ ചേട്ടൻ എൻ്റെ ചേട്ടനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാണോ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ കുറച്ച് പേര് എന്നോട് ചോദിച്ചു, തരുൺ ചേട്ടൻ എൻ്റെ വീട്ടിലുണ്ട്, കാണാൻ താല്പര്യമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറയും തരുൺ ചേട്ടൻ വീട്ടിലുണ്ടോ, എവിടെയാണ് വീട്? അപ്പോൾ എന്നോട് പറഞ്ഞു പട്ടത്ത് തന്നെയാണ് വീട്. അപ്പോൾ നമുക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു തരുൺ ചേട്ടനെ വിളിച്ച് ചോദിച്ചു, തരുണോട് ചോദിക്കും നമുക്ക് കാണാൻ പറ്റുമെന്ന് ചോദിക്കാം. അപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചാൽ പറഞ്ഞു അതിനെന്താ വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തരുൺ ചേട്ടനെ ആ വീട്ടിൽ പോയി കാണുകയും ആ വീട്ടിൽ പോയി കാണുമ്പോൾ ബോസ് സാറിൻ്റെ ഭാര്യയുണ്ട്, തരുൺ ചേട്ടനുണ്ട്, ബോസ് സാറിൻ്റെ മോളുണ്ട്, ഇത്രയും പേര് അവിടെയുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സംസാരിക്കും. അവിടെ നിന്ന് സംസാരിച്ചപ്പോഴാണ് ഞാൻ ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഷാർജയിലായിരുന്നു, ഞാൻ ഡൈവേഴ്സിന് വേണ്ടി വന്നതാണെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഡൈവേഴ്സോ അതെന്താണ്? എനിക്കന്ന് വലിയ ക്ലാരിറ്റി ഇല്ല ഇവർ തമ്മിലുള്ള ഇത്. അദ്ദേഹം ഗൾഫിലാണെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ബന്ധമോ പിന്നെ ഭാര്യയുടെ ഇതൊന്നും എനിക്കറിയില്ല. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നത്. ചരിത്രം പറയുന്നതെന്ന് വെച്ചാൽ ഈ അമൃത ജെന്നി ഈ ഒരു പയ്യനായിട്ട് ഈ പറയുന്ന ഗുരുവിൻ്റെ ഈ പറയുന്ന ആർട്ടിക്കിള് ഇംഗ്ലീഷിൽ എഴുതാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും കൊണ്ടാക്കാനായിട്ട് ഈ അമൃത ജെന്നി ഈ തരുൺ ചേട്ടനെയാണ് ഭാര്യനെ കൊണ്ടാക്കാൻ വേണ്ടി ഏൽപ്പിച്ചത്. അമൃത ജെന്നി പറഞ്ഞിട്ട് നിർദ്ദേശപ്രകാരം ആലോചിക്കണം, ഒരു പുരുഷൻ ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്തേക്ക് ഈ കൊണ്ടേ ആക്കാൻ പറയുകയാണ്. അപ്പോൾ അവിടെ ആക്കാൻ പറയുമ്പോൾ കൊണ്ടേ ആക്കും. അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര വലിയൊരു ആത്മബന്ധം ഉടലെടുക്കി, സൗഹൃദം. പക്ഷെ ആ സൗഹൃദം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് തരുൺ ചേട്ടൻ്റെ ആ ജീവിതം തകർക്കുക എന്നുള്ള ഇതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരുപാട് ബുദ്ധിപരമായിട്ടുള്ള കഴിവുള്ള മനുഷ്യനാണ് തരുൺ ചേട്ടൻ എന്ന് പറയുന്നത്, ഈ തരുണെന്ന് പറയുന്നത്. അദ്ദേഹം ഈ ഭാര്യ എന്ന് പറയുന്നത് അത്ര ബുദ്ധിയില്ലാത്തതാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അദ്ദേഹം ഇത് കണ്ടെത്തുന്നു. ഈ ഭാര്യ ഇദ്ദേഹത്തിനെ വഞ്ചിക്കുന്ന ഒരു രീതി കണ്ടെത്തുകയും ഈ ഭാര്യനെ വിളിച്ചുകൊണ്ട് അമൃത ജെന്നിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അദ്ദേഹം ചെന്നിട്ട് ചോദിക്കുകയാണ്, ജെന്നി പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ കക്ഷിയെ കൊണ്ട് അവിടെ ആക്കിയത്, എന്നെ കൊണ്ട് ഡെയിലി കൊണ്ട് ആക്കിച്ചിട്ട് അവരിപ്പോൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ഇവർ ആദ്യമായിട്ട് ഇങ്ങനെ ആകാംക്ഷയോടെ കേട്ടിരിക്കണ പോലെ ഇങ്ങനെ ഇരുന്നിട്ട് തരുൺ ചേട്ടൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മറ്റേ ആ തരുൺ ചേട്ടൻ്റെ ഭാര്യ പറഞ്ഞു, ജെന്നിനാണ് ഞാൻ എല്ലാം നേരത്തെ പറഞ്ഞിട്ടുള്ളേ എന്ന് പറഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയാമോ, ഇവരെ കള്ളം പൊളിഞ്ഞു പോയി. കാരണം ആദ്യമായിട്ട് കേൾക്കണം എന്നുള്ള രീതിയിൽ ഇരുന്നിട്ട് ഇത് മുമ്പേ പറഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തരുൺ ചേട്ടന് മനസ്സിലായി ഇവരെല്ലാം കൂടി എന്നെ ചതിക്കണം എന്നുള്ളത്. അപ്പോൾ അതിനെ മറ്റവർ ഇങ്ങനെ ഇരുന്നു പോയി. കാരണം അപ്പത്തിന് തരുൺ ചേട്ടന് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. കാരണം ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാവുമല്ലോ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അവിടെ നിന്ന് അപ്പത്തന്നെ ഇറങ്ങി അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹത്തിന് എടുക്കാൻ പറ്റിയ സാധനങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ റൂമിൽ നിന്ന് ആശ്രമത്തിൻ്റെ കോട്ടേഴ്സിൽ അദ്ദേഹം താമസിച്ചു. അവിടെ നിന്ന് എടുത്തുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോയി. ഇത് അദ്ദേഹം പറഞ്ഞ ചരിത്രമാണ് ഞാനീ പറയുന്നത്, മനസ്സിലായോ? അതിൽ അവിശ്വസിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹം വരുന്ന ചരിത്രത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് പിന്നീട് വരുന്ന എല്ലാ ചരിത്രങ്ങളും. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് നേരെ സിറ്റിയിലൊരു സ്ഥലത്ത് പോയി താമസിക്കും. സിറ്റിയിൽ അവിടെ പോയി താമസിക്കുമ്പോൾ ഇത് നമ്മുടെ അജിത് കുമാറിനെ അറിയാം. അജിത് കുമാർ എന്ന് പറഞ്ഞാൽ പഴയ ഇപ്പോഴത്തെ ഗുരുമാർഗം പ്രകാശപ്പെട്ട ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അദ്ദേഹത്തിനോട് ഇദ്ദേഹം വിളിച്ച് പറയുന്നത്, നിന്നെ വിളിച്ച് ഞാൻ എവിടെയുണ്ടെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നീ എന്ത് പറയുമെന്ന് ചോദിച്ചു.
ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. എന്ന് നിന്നോട് അമൃതാചാര്യൻ എന്ന് പറയുന്നവർ വിളിച്ചു ചോദിച്ചാൽ നീ എന്ത് പറയും? അതപ്പോൾ ഒന്ന് ചിന്തിച്ചിട്ടിപ്പോൾ പുള്ളി മറുപടി പറയാൻ താമസിച്ചപ്പോൾ നീ ഗുരുവിനെ പിടിച്ച് സത്യം ചെയ്യണമെന്നോ. അങ്ങനെ അജിത് കുമാർ സത്യം ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ ഈ പുള്ളിയുടെ കാൽക്കുലേഷൻ ശരിയായിരുന്നു. അജിത് കുമാറിനെ വിളിച്ച് അമൃതാചാര്യനെ ചോദിച്ച് അത് പറഞ്ഞാൽ അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പറയുന്ന അദ്ദേഹം പോവുകയാണ് ചെയ്തത്. മനസ്സിലായില്ലേ? അങ്ങനെ ഈ ഒരു എന്താ പറയുക, ഒരു വൃത്തികെട്ട കാര്യം അമൃതാചാര്യയുടെ ആ ഒരു ഇടപെടലിലൂടെയാണ് ആ കുടുംബം ബോസാറിനോടുള്ള വിരോധം മകനിലൂടെയും. മകൻ അങ്ങനെ ചെറിയ വ്യക്തിയല്ല. മകൻ ഈ ആശ്രമത്തിൽ ഒരു പ്രധാന കഥാപാത്രമായിരുന്നു. ഒരുപാട് കർമ്മമേഖലകളിൽ ഉന്നതിയിൽ നിന്നിരുന്ന ആളാണ്. മനസ്സിലായോ? ഗുരുവിൻ്റെ ശരീരം, ഗുരുവിൻ്റെ ദേഹവിയോഗം ചെയ്ത മെയ് 6 ഗുരുവിൻ്റെ ശരീരം ഈ ആശ്രമത്തിൽ നിന്ന്, ആശ്രമത്തിൻ്റെ ആംബുലൻസിൽ നിന്ന് അമൃതാചാര്യയുടെ നിർദ്ദേശപ്രകാരം പിന്നെ മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ആ വണ്ടി ഓടിച്ചിരുന്നത് ഇദ്ദേഹമാണ്. ഈ പറയുന്ന തരുൺ ബോസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ നശിപ്പിച്ചതിൻ്റെ ഒരുപാട് ചരിത്രങ്ങളിൽ തന്നെ ഒരു ചെറിയ ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവർ ഒരു വ്യക്തിയോട് ഒരു വിരോധം തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവർക്ക് കൂട്ടുനിന്നില്ലെങ്കിൽ ആ കുടുംബത്തെ എങ്ങനെ നശിപ്പിക്കും എന്നുള്ളത് നമ്മൾ പഠിക്കണം. അതിനോട് ചേർത്ത് തന്നെ പറയേണ്ടത് വെച്ചാൽ ഇപ്പോൾ ഗോവിന്ദ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ശാന്തിയുടെ ഹോസ്പിറ്റലിൻ്റെ പുറകിൽ റബേക്ക രഞ്ജിത്ത് എന്ന് പറഞ്ഞവർ താമസിച്ചിരുന്നു. അവർക്ക് ദർശനം കിട്ടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തികളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അവർക്ക് എന്ന് വെച്ചാൽ ദർശനത്തിൻ്റെ ഒരു കോമ്പറ്റീഷൻ പോലെ വന്നപ്പോൾ അവർ ലോകമാതാവാണെന്ന് പറഞ്ഞ് അവരുടെ വീട് അടിച്ച് പൊളിച്ചു കളഞ്ഞു, അടിച്ച് നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് അവർ ആ വീട്ടിൽ നിന്ന് രായ്ക്ക് രാമാനം രക്ഷപ്പെട്ടു പോകും. കാരണം വെച്ചാൽ അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഇവരൊരു ഗുണ്ടാ സംഘത്തെ വളർത്തിക്കൊണ്ടുവരികയായിരുന്നു. ഈ ഗുരുരത്നസ്വാമി അമൃതാചാര്യനെയും ഈ അധികാരം കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി അപായപ്പെടുത്തേണ്ടവരെ അപായപ്പെടുത്തിയും ദ്രോഹിക്കേണ്ടവരെ ദ്രോഹിച്ചും അടിച്ചൊതുക്കേണ്ടവരെ അടിച്ചൊതുക്കിയും കേസുകളിൽ പെടുത്തേണ്ട എന്ന് വെച്ചാൽ ഇവരുടെ അധികാരവും ഈ പവറും ഉപയോഗിച്ചു കേസിൽ പെടുത്തേണ്ടവരെയൊക്കെ കേസിൽ പെടുത്തുകയായിരുന്നു. മനസ്സിലായോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ഇല്ലീഗലായിട്ട് ചെയ്തു വന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗുരു അഷ്ടസിദ്ധികളല്ലായിരുന്നു ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ദർശനവശങ്ങളായിരുന്നു. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി, തുര്യം, തുര്യാതീതം എന്ന 5 അവസ്ഥകളെക്കുറിച്ച് ഗുരു പറഞ്ഞിട്ടുണ്ട്. ആ 5 അവസ്ഥകളെന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഹൈലൈറ്റ് ആയിരുന്നു. കാരണം ദർശനം കാണുക എന്ന് പറഞ്ഞാൽ അതിന് 5 അവസ്ഥകളാണ് ഞാൻ ഈ പറഞ്ഞത്. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി, തുര്യം, തുര്യാതീതം. ജാഗ്രത എന്ന് പറഞ്ഞാൽ നമ്മൾ മാംസക്കണ്ണുകളുകൊണ്ട് കാഴ്ചകൾ കാണുന്നു. എന്നുവെച്ചാൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ സിമ്പിളുകൾ കാണും. അതിന് ഉദാഹരണമാണ് അയ്യർ ദി ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ 1990 ഭദ്രൻ സംവിധാനം ചെയ്ത, രചന സംവിധാനം ഭദ്രൻ നിർവഹിച്ച, മമ്മൂട്ടി നായകനായിട്ട് അഭിനയിച്ച അയ്യർ ദി ഗ്രേറ്റ്. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ആ സിനിമയിൽ മമ്മൂട്ടിക്ക് ഒരു മരത്തിൽ കയറിയിട്ട് താഴത്തേക്ക് നോക്കുമ്പോൾ വരുന്നൊരു എന്താ പറയുക, ആത്മീയപരമായ ഒരു വളർച്ച, അതായത് 6ാം ഇന്ദ്രിയം എന്നൊക്കെ പറയുന്ന, സിക്സ്ത് സെൻസ് എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രവണത, അതിനെയാണ്. അപ്പോൾ അദ്ദേഹം അതിലൂടെ 3 പ്രവചനങ്ങൾ നടത്തുന്നുണ്ട്, 3 കാഴ്ചകളുണ്ട്. അതും ഏകദേശ കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ. ദർശനത്തിൻ്റെ വശങ്ങൾ അങ്ങനെയാണ്. ഒരു സിനിമ കാണും പോലെ അദ്ദേഹത്തിന് ചില ഇത് കാണുന്നു, അദ്ദേഹം അതിലൂടെ ഓരോ പ്രവചനങ്ങൾ നടത്തുന്നു, അതെല്ലാം സത്യമായിട്ട് വരുന്നു. അങ്ങനെ 3 പ്രവചനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ അവസാനത്തെ പ്രവചനം എന്ന് പറഞ്ഞാൽ സൂര്യനാരായണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചാണ് അദ്ദേഹം പിന്നീട് ലാസ്റ്റ് പ്രവചിക്കുന്നത്. അത് സൂര്യൻ ഒരുപാട് കഷ്ണങ്ങളായിട്ട് ചിന്നിച്ചെതറി പോണേ. പക്ഷേ അപ്പോൾ ശാസ്ത്രലോകം മൊത്തം നോക്കുന്നതെന്ന് വെച്ചാൽ സൂര്യൻ്റെ ആ പൊട്ടിത്തെറിക്കുന്ന രീതിയിലേക്ക്, പക്ഷേ അപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ മരണമാണ് സംഭവിക്കുന്നത്. മനസ്സിലായില്ല? അപ്പോൾ അങ്ങനെയാണ്. അതാണ് ജാഗ്രത. ഉണർന്നിരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് കാണാൻ പറ്റുന്ന ചില ഇതാണ്. ചിലർക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും, ചിലർക്ക് അവ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ ഗുരു ദർശനവശത്തെ തന്നെ 2ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സത്യദർശനം എന്നും പറഞ്ഞിട്ടുണ്ട്, പിശാചിന്റെ ദർശനം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദർശനങ്ങളെയും നമ്മൾ സത്യദർശനങ്ങളായിട്ട് ഉൾക്കൊള്ളാനും പറ്റത്തില്ല. അപ്പോൾ ദർശനത്തിന് ജാഗ്രത കഴിഞ്ഞിട്ട് സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വപ്നം കാണുന്നത്, രാത്രി കിടന്നുറങ്ങി ഉറക്കത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പലരെയും കാണാറുണ്ട്. അത് ഗുരു പറഞ്ഞതെന്ന് വെച്ചാൽ ചിലതെല്ലാം മുൻജന്മങ്ങളിൽ നമ്മൾ ഉണരുമ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നത് നമ്മുടെ മുൻജന്മങ്ങളിലോ ഇനി വരാൻ പോണതോ ചില കാര്യങ്ങളായിരിക്കാം. സ്വപ്നത്തിലൂടെയും ദർശനം കിട്ടാറുണ്ട്. പിന്നെ സുഷുപ്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ധ്യാനത്തിലിരിക്കുമ്പോൾ ആ ധ്യാനവും ഇരിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥനയിലും ലയിച്ചിരിക്കുമ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ യാഥാർത്ഥ്യമായിട്ടും ധ്യാനത്തിലിരിക്കുന്ന മനസ്സിൻ്റെ ആ ഒരു സൂക്ഷ്മതലത്തിൽ ആ ഒരു കോൺസെൻട്രേഷൻ വന്നിരിക്കുന്ന ഒരു സ്ഥലത്തിൽ നമുക്ക് കാണുന്ന
ആ വിഷ്വൽസിനെയും ആ അനുഭവങ്ങളെയും നമ്മുടെ ജീവിതവും ഒക്കെയായിട്ട് മുൻജന്മമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കാണുന്നത്. ആ ഒരു കാര്യമാണ് എന്താ ഇത് പറയുന്നത്, സുഷുപ്തി എന്ന് പറയുന്നത്. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, ഈ തുര്യം എന്ന് പറയുന്നത് ജ്ഞാനികളായിട്ടിരിക്കുന്നവർ ധ്യാനിക്കുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ ധ്യാനിച്ചിരിക്കുമ്പോൾ കിട്ടുന്നത് ആ സമയത്ത് ഒരു ഗുരു ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഗുരുവിലൂടെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ജീവൻ മരണപ്പെടാം. അങ്ങനെ നമ്മുടെ KP വൈദ്യരി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗുരുവിനെ തിരിച്ചറിയും. ഗുരു അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിട്ട് ഗുരു അദ്ദേഹത്തെ തൊട്ട് ഉണർത്തുകയും ചെയ്തത് അദ്ദേഹം ആ സമയങ്ങളിൽ കണ്ട കാര്യങ്ങളൊക്കെ ഒരുപാട് ആർട്ടിക്കിലൂടെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതൊക്കെ ആശ്രമത്തിൻ്റെ പഴയ മാഗസിനുകൾ ഇപ്പോൾ കിട്ടാണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഗുരുവിൻ്റെ പഴയ എല്ലാ കാര്യങ്ങളും നശിപ്പിച്ചതിന് കൊടുത്ത് ഇതും നശിക്കപ്പെട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടാകാം. അപ്പോൾ അതുകൂടാതെ തുര്യാതീതം, തുര്യം കഴിഞ്ഞാൽ അടുത്ത അവസ്ഥയാണ് തുര്യാതീതം. ഈ തുര്യത്തിനേലും കുറച്ചുകൂടി അർത്ഥവത്തായ കാര്യങ്ങളാണ് ഈ പറയുന്ന തുര്യാതീതം എന്ന് പറയുന്ന ഒരവസ്ഥ. അത് ദർശന സ്വഭാവത്തിൻ്റെ ഏറ്റവും കൂടിയ അവസ്ഥയാണ് ഈ തുര്യാതീതം എന്ന് പറയുന്നത്. അപ്പം ഞാനിത് പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ അഷ്ടസിദ്ധികളല്ല നമ്മുടെ പരമ്പരയിൽ എടുക്കുന്നത്, ഈ പറയുന്ന ദർശന സ്വഭാവമുള്ള കാര്യങ്ങളാണ്. ഈ ദർശനം ഉപയോഗിച്ച് തന്നെയാണ് ഈ പരമ്പരയെ അമൃതാഞ്ജലി തകർത്തത്. കാരണം ഗുരു സത്യത്തിനായിട്ട് കൊണ്ടുവന്ന ഒരു കാര്യത്തെ ദുർമാർഗത്തിലൂടെ സഞ്ചരിപ്പിച്ച് ആ ഒരു എന്താ പറയുക, ഞാൻ പിന്നെ മറ്റൊരു കാര്യം, സുഷുപ്തി എന്ന് പറയുമ്പോൾ ആ ധ്യാനത്തിൻ്റെ ഒരു അവസ്ഥയെന്ന് വെച്ചാൽ ഗുരുവിനെ പ്രാർത്ഥിച്ച് സമർപ്പിച്ച്, എന്ന് വെച്ചാൽ നമ്മൾ ഗുരു സിനിമ കാണുമ്പോൾ അതിലൊരു താഴ്വരയിലേക്ക് മോഹൻലാൽ പോകുന്നൊരു അവസ്ഥ ഉണ്ടല്ലോ, അതാണ് തോന്നുന്നത് എനിക്ക് സുഷുപ്തി എന്ന് പറയുന്ന ഒരു അവസ്ഥ. കാരണം ജീവിച്ചിരിക്കെ തന്നെ വേറൊരു ലോകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ പോയിട്ട് ആ ഒരു കാഴ്ച കാണുകയാണ്. ഇലാമപ്പഴം എന്ന് പറയുന്ന ഒരു അജ്ഞത, എന്ന് വെച്ചാൽ മതത്തിൻ്റെ ഇതിനെക്കുറിച്ചാണ് അതിൽ പ്രതിപാദിക്കുന്നത്. ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു സിനിമയാണ് ഈ പറയുന്ന ഗുരു സിനിമ എന്ന് പറയുന്നത്. ആ അന്ധന്മാരുടെ താഴ്വര, അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് അർത്ഥതലങ്ങൾ ഗുരു തന്നെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി ശ്രീകുട്ടിയുടെ ശ്രീമതി ചേച്ചിയും ഒരുപാട് വീഡിയോകൾ ഇതിനെ ആസ്പദമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇനിയും ഇപ്പം തന്നെ അവർ ഒരുപാട് ഇറക്കി കഴിഞ്ഞു വീഡിയോകളും. അപ്പോൾ ആ വീഡിയോകൾക്കെല്ലാം ആ കൊച്ചു കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട്, കൊച്ചെന്ന് വെച്ചാൽ ആവശ്യമുള്ളത് മാത്രം എടുത്തുകൊണ്ട് ഒരുപാട് എന്താ പറയുക ഒരുപാട് വഷളത്തരം, അസംബന്ധം, എന്താ പറയുക, ഒരു പരമ്പര തന്നെയാണ് അസംബന്ധത്തിൻ്റെ ശ്രീകുട്ടി ഇറക്കുന്നത്. നല്ല കാര്യമാണ്. ഇനിയും ഇറക്കി കഴിഞ്ഞാൽ ഇവരാണ് പറയുന്നതെങ്കിലും ഇവരെ കൊണ്ട് പറയിപ്പിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ട്രാക്ക് തെറ്റിച്ചിട്ട് അവരും തമ്മിൽ അടിയുണ്ടാക്കുക എന്നുള്ളതാണ്. അതൊരിക്കലുമില്ല. എന്തായാലും ആശ്രമ സംവിധാനത്തിന് വേണ്ടിയാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ ഇവർ സംസാരിക്കുന്ന കാര്യങ്ങൾ ഈ പറയുന്ന ശിഷ്യപൂജ എന്ന് പറയുന്നവരെ വെള്ളപൂശാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, ഗുരുസ്വാമി എന്ന് പറയുന്നവരെ ആളെ വെള്ളപൂശാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവരുടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഇനിയും തുറന്ന് പറയാനുള്ള ഒരവസരം ഇവരുടെ പരമ്പരയിലൂടെ തന്നെ ഉണ്ടാകുമാറാകട്ടെ എന്ന് ഗുരുവെ പ്രാർത്ഥിച്ചുകൊണ്ട് സദ്വിശരണം.